പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വചനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു വചനം എൻ്റെ മനസ്സിൽ വരുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങളാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. നിങ്ങളുടെ ബൈബിൾ ഉണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഇവിടുന്ന് അത് നിങ്ങൾക്ക് വായിച്ച് കേൾക്കാം. 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. നിങ്ങളിൽ ഏതൊരു പിതാവാണ്? 11 തൊട്ട് 12 വാക്യങ്ങൾ, അത് നല്ലതാണ്. 12, 13, 11 തൊട്ട് 13 വരെ വാക്യങ്ങൾ, അതെല്ലാം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളിൽ ഏത് പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് ദുഷ്ടരെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അട്ടപ്പാടിയിലെ ശുശ്രൂഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പേര് തന്നെ അഭിഷേകാഗ്നി. അന്ന് അഭിഷേകാഗ്നി എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അട്ടപ്പാടിയിൽ വെച്ച് കർത്താവ് തന്ന പ്രചോദനങ്ങൾ ഓരോന്നും അവിടെ ചെയ്തപ്പോൾ അതൊരു ശുശ്രൂഷയായി മാറുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന് അത്രമാത്രം സ്നേഹമുണ്ട് നമ്മളോട്. പരിശുദ്ധാത്മ അത്രമാത്രം ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ഒരാൾ അറിഞ്ഞാൽ എന്നും മുട്ടിപ്പായി പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കും. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സിമ്പിൾ പ്രവർത്തനം കേട്ട് ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യം പറയാം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല അത്ഭുതമാണ്. ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട്ടിൽ ഒരു ബ്രദർ പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട്, ആ ബ്രദറിനെ വിളിക്കേണ്ട കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അധികം പേരെ പരിചയമില്ല. ഞാൻ ചോദിച്ചു, എന്താണ് ആ ബ്രദറിൻ്റെ പ്രത്യേകത? അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് അച്ചോ, ഞങ്ങളുടെ കുടുംബത്തിൽ ആത്മഹത്യ നടക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധി, തലപൊക്കാൻ നിവൃത്തിയില്ല, കണ്ണുനീരിൽ കുതിർന്ന് അനേക വർഷങ്ങളായി ഞങ്ങൾ വിഷമിക്കുകയാണ് അച്ചോ. അപ്പോൾ ഒരു ബ്രദർ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു, ഞാൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ബ്രദർ വീട്ടിൽ വന്ന് കയറി ഉടനെ പറഞ്ഞു, ഈ വീട്ടിൽ മന്ത്രവാദത്തിൻ്റെ ശല്യമുണ്ട്, കൂടോത്രത്തിൻ്റെ ശല്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംശയിച്ചു, ഇവിടെ ആര് വന്ന് കൂടോത്രം ചെയ്യാനാ? ഞങ്ങളെ അങ്ങനെ കൂടോത്രം ചെയ്യാത്ത ഇപ്പോൾ അല്ല എന്ന് പറഞ്ഞു. ഉടനെ ബ്രദർ പറഞ്ഞു, നിങ്ങളുടെ അലമാരയിലിരിക്കുന്ന ആ ബാഗിൻ്റെ ഉള്ളിൽ മന്ത്രവാദം ചെയ്ത സാധനം ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു, ഓ, ബാഗിൻ്റെ ഉള്ളിൽ, അത് ഞങ്ങൾ എന്നും ഉപയോഗിക്കുന്ന ബാഗാണ്, അതിൻ്റെ ഉള്ളിൽ ആരാണ് മന്ത്രവാദം ചെയ്ത് വെക്കണമെന്ന് ഈ ചേട്ടത്തി ചോദിച്ചു. അപ്പോൾ അവർ പോയിട്ട് അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, പോയി ആ ബാഗ് ഇങ്ങനെ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവർ പോയി അവർ 2-ാം നിലയിൽ നിന്ന് അലമാരയുടെ ഉള്ളിൽ നിന്ന്, അലമാരയുടെ 3-ാമത്തെ കള്ളിൽ നിന്ന് ആ ബാഗ് എടുത്തിട്ട് വന്നു. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, ഈ ബാഗല്ല ഞാൻ പറഞ്ഞു, ഇതിൻ്റെ അടുത്തിരിക്കണേ ആ ചുവന്ന ബാഗ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി ചോദിച്ചു, ഇത്ര ഒരടി ഉയർന്ന ബാഗാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, അത് പാസ്പോർട്ട് ഇരിക്കണല്ലേ, അതവിടെ ഇരുന്നോട്ടെ, പാസ്പോർട്ട് ഇരിക്കുന്ന ബാഗ് അവിടെ ഇരുന്നോട്ടെ, അതിനിപ്പുറത്തിരിക്കണേ ആ ചെറുത് നീ എപ്പോഴും തൂക്കിയിട്ട് കൊണ്ടിരിക്കുന്ന ബാഗ് എടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ ചോദിക്കുകയാണ്, ഇതുവരെയും ആദ്യമായിട്ട് ആ ബ്രദർ എവിടെന്നോ കൊല്ലത്തുനിന്നോ ഏതോ ഒരു സ്ഥലം പറഞ്ഞത്, പത്തനംതിട്ടെന്നോ ഏതോ ഒരു ഗുണകറ മൂലയെന്ന് ആ ബ്രദർ വയനാട്ടിലെത്തിയതാണ്. ആദ്യമായിട്ടാണ് വീട്ടിൽ കയറണത്. അപ്പോൾ ഞങ്ങളുടെ 2-ാം നിലയിൽ
ഞങ്ങളുടെ മൂന്നാമത്തെ അലമാരിയിൽ രണ്ടാമത്തെ കള്ളി വെച്ചിരുന്ന മൂന്നാമത്തെ ബാഗ് കൃത്യം അങ്ങനെ ഈ ചേട്ടൻ അറിയണത്. അതിനടുത്തുള്ള ബാഗ് എടുത്ത് പറഞ്ഞു അത് പാസ്പോർട്ടുള്ള ബാഗല്ല, അവിടെ ഇരുന്നോട്ടെ. ശരിയാണ്, അതിനകത്താണ് പാസ്പോർട്ട് വെച്ചിരിക്കുന്നത്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ പിന്നെ ആ ബ്രദറിനോട് അവരോട് ചോദിച്ചു, ഈ ബ്രദർ എങ്ങനെ ഒറ്റയ്ക്ക് എങ്ങനെയാണ്? അപ്പം പറഞ്ഞു അത് നല്ല ഒരു അച്ഛൻ്റെ കീഴിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്രദറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കുഴപ്പമില്ല, നിങ്ങൾ നോക്കിക്കണ്ട് ചെയ്തോളാം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തായാലും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വിധിക്കാൻ നമ്മൾ ആളല്ല. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ഞാൻ മനസ്സിലാക്കണം എന്താ, പരിശുദ്ധാത്മാവിൻ്റെ അങ്ങനത്തെ ഒരു കൃപ പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് കൊടുത്തു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ 1 തൊട്ട് 6 വരെ വാക്യങ്ങൾ. രാജാക്കന്മാർ 1-ാമത്തെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ ഒരു രാജാവ്, ആ രാജാവിൻ്റെ പേരാണ് ജെറോബവാം. ഈ ജെറോബവാമിനെ രാജാവാകാൻ വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകൻ്റെ പേരാണ് അഹിയ. അപ്പോൾ ഈ രാജാവ് ഈ പ്രവാചകനായ അഹിയായിട്ട് കുറച്ച് തെറ്റി ഇങ്ങനെ മാറി നിൽക്കുകയാണ്. കാരണം പ്രവാചകനെന്ന് പറയും, രാജാവ് വേറൊന്ന് ചെയ്യും. അപ്പം ഇവർ തമ്മിൽ കണക്ഷൻ പോയി. അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് ഈ രാജാവിൻ്റെ മകൻ രോഗിയായി. അപ്പോൾ രാജാവ് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, നീ ജെറോബോമിൻ്റെ ഭാര്യയാണെന്ന് തോന്നാത്ത വിധം നീ വേറെ വേഷം കെട്ടുക, നീ മേക്കപ്പ് ചെയ്യുക, എന്നിട്ട് മറ്റൊരാളായിട്ട് നീ വേഷം കെട്ടിയിട്ട് നീ ഇപ്പോൾ പ്രവാചകന് കണ്ണ് കാണിയല്ല, പ്രായമായി, കണ്ണും കാണിയല്ല, തലയെ നരച്ചു, കണ്ണും നരച്ചു, എല്ലാം നരച്ച്, പിന്നെ ഇപ്പം കാഴ്ചയും പോയി. അമ്മ കാഴ്ച പോയി, പ്രവാചകൻ അങ്ങനെ മുറിയിലിരിക്കുക, ഒരു കുടിലിനുള്ളിൽ മുറിയിലിരിക്കുകയാണ്. നീ ചെന്നിട്ട് വേറൊരാളോട് അഭിനയിച്ച് ചോദിക്കണം, എന്താ ഞങ്ങളുടെ ഭാവി എന്താണ്, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു പോകണം. അപ്പോൾ പ്രവാചകൻ പറയും, നീ അത് വന്ന് എന്നോട് പറയുക, നീ ഒരു വേഷം കെട്ടി ഒന്ന് അഭിനയിച്ച് ഇന്നൊന്ന് ഒരു നാടകം നടത്താൻ പറഞ്ഞു. ഒന്നൊന്ന് ചെല്ലാൻ വായിച്ചു നോക്കിക്കേ. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 1 തൊട്ട് 6 വരെ വാക്യങ്ങൾ വായിക്കാം. അക്കാലത്ത് ജെറോബാമിൻ്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എൻ്റെ ഭാര്യയാണെന്ന് അറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞ അഹിയ പ്രവാചകൻ അവിടെയുണ്ട്. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണം എന്ന് പറഞ്ഞത് ഈ അഹിയ പ്രവാചകൻ, ആ പ്രവാചകൻ അവിടെയുണ്ട്. പക്ഷെ മൂപ്പർക്ക് ഒത്തിരി പ്രായമായി. 10 അപ്പവും കുറെ അടയും 1 ഭരണി തേനുമായി നീ അവൻ്റെ അടുക്കൽ ചെല്ലുക. കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നുവെന്ന് അവർ പറയും. അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യ നിമിത്തം കണ്ണ് മങ്ങിയിരിക്കുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ആളെ തിരിച്ചറിയില്ല, കാണാൻ അറിയില്ല, കാഴ്ചയില്ല. ജെറോബാമിൻ്റെ ഭാര്യ തൻ്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്ത് പറയണമെന്നും കർത്താവ് അഹിയായെ അറിയിച്ചു. തലേ ദിവസം തന്നെ കർത്താവിൻ്റെ ആത്മാവ് പറഞ്ഞു, നാളെ ഒരാൾ വേഷം കെട്ടി വരും. ആ വേഷം കെട്ടി വരുന്ന ആളുടെ കയ്യിൽ കുറച്ച് അത്തടയും കുറച്ച് സാധനമൊക്കെ ഉണ്ടാവും. ആൾ ഇന്ന കക്ഷിയാണെന്ന് പരിശുദ്ധാത്മാവ് നേരത്തെ വന്ന് പറഞ്ഞു കൊടുക്കുക. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. വേറൊരുവളായി നാടകം കെട്ടിച്ചെന്നു. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽ പെരുമാറ്റം കേട്ട് അഹിയ പറഞ്ഞു, ജെറോബാമിൻ്റെ ഭാര്യ അകത്ത് വരൂ. ഇതിങ്ങനെ വേറൊരാളായി നാടകം കെട്ടിച്ചെന്ന് അവിടെ നിൽക്കുന്ന സമയത്ത് കാൽപെരുമാറ്റം കേട്ട ഉടനെ ഉള്ളിലിരിക്കുന്ന ഈ പ്രവാചകൻ പറയാണ്, ജെറോബാമിൻ്റെ ഭാര്യ, വേഷം കെട്ടി വന്ന ജെറോബാമിൻ്റെ ഭാര്യ, നീ പേടിക്കാതെ ഉള്ളിലേക്ക് വാ. നീ വേറൊരുവളായി നടക്കുന്നത് എന്തിന്? നീ വേറൊരുവളായി ചമയുന്നത് എന്തിന്? നീ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നോക്കിയ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നത് കണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്ന് വെളിപ്പെടുത്തുന്നത് കണ്ടോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും 2 കരങ്ങൾ ഉയർത്തി വിളിച്ച് ദൈവം പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയണം, പരിശുദ്ധാത്മാവിനോട് തുറവി വരണം, പരിശുദ്ധാത്മാവിനോട് ഹൃദയത്തിലൊരു ആഗ്രഹം തോന്നണം. കൈകൾ ഉയർത്തി തുറക്ക സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന,
പരിശുദ്ധാത്മാവേ, ഇന്ന് ഈ സമൂഹത്തിൽ ഓരോരുത്തരുടെ മേലും കൃപയായി അഭിഷേകമായി നിറയണമേ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരുപാട് തരത്തിലുള്ള സഹായം കർത്താവ് നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതം, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കുന്നതിന് സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സഹായകനാണ്. യേശു നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നയാളാണ്. യേശു നമുക്ക് പറയാണ്, നമുക്ക് വേണ്ടി ഈശോ പിതാവിനോട് അപേക്ഷിക്കും. അതിനുശേഷം ഈശോയുടെ അപേക്ഷ പ്രകാരം പിതാവ് പരിശുദ്ധാത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകതയാണ്, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഹല്ലേലൂയ. എങ്ങനെയൊക്കെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും ആദ്യമായി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ പേടി, ഭയം, ഭീരുത്വം ഇതെല്ലാം എടുത്തു മാറ്റി നമ്മളെ പുതിയൊരു ഹൃദയം, പുതിയൊരു എന്ന് പറഞ്ഞാൽ ധൈര്യത്തിൻ്റെ ആത്മാവായി ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ദൈവത്തിൻ്റെ മഹത്വമോ ദൈവത്തിൻ്റെ ഇടപെടലോ ദൈവത്തിൻ്റെ നന്മയോ രുചിച്ചനുഭവിക്കാത്തതിൻ്റെ കാരണം ഉള്ളിലിരിക്കുന്ന ഭയമാണ്, ഉള്ളിലിരിക്കുന്ന പേടിയാണ്. ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ വേണ്ടി ദൈവം വരുന്നതിന് മുമ്പേ പേടിച്ച് ഓരോരുത്തരും പോയി തിന്മയുടെ ശക്തികളുമായി സഖ്യം ചെയ്യും. ഓരോരുത്തരും ദൈവത്തിന് വിപരീതമായ ബാലിൻ്റെ പ്രവാചകരുമായിട്ട് സന്ധി ചെയ്യും, സഖ്യം ചെയ്യും. പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും? പിന്നെ എങ്ങനെ ദൈവശക്തി വെളിപ്പെടും? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എഴുന്നള്ളി വരുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്ന് പ്രവർത്തന നിരതമാകുമ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വളരെ വലിയൊരു പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ധൈര്യം തരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് ധൈര്യത്തിൻ്റെ ആത്മാവ്. ധൈര്യത്തിൻ്റെ ആത്മാവ്. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പേര്? 2 തിമോത്തി 1-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം. 2 തിമോത്തി 1-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം. പേടിയുള്ളവരെല്ലാം ഇന്ന് പ്രാർത്ഥിക്കണം, ഇവിടുന്ന് പോകുമ്പോൾ ഇനി പേടിച്ച് കാല് കൂട്ടിയിടിക്കണ പോലെ അവസ്ഥ പോകരുത്. നല്ല ധൈര്യത്തിൻ്റെ ആത്മാവിനെ നിറഞ്ഞാണ് ഇന്ന് ഇവിടുന്ന് പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്. വായിച്ചു നോക്കിക്കേ, 2 തിമോത്തി 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയത്, ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തത്, ദൈവം നമ്മുടെ മേൽ അയച്ചത്, ദൈവം നമുക്ക് തന്നത്. ദൈവം നമുക്ക് തന്നു, ദൈവം നമ്മുടെ മേൽ അയച്ചു, പരിശുദ്ധാത്മാവ് വന്നു. ഈ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവല്ല, പിന്നെ ഏത് ആത്മാവാണ്? വായിച്ചു നോക്കിയേ. ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ശക്തിയുടെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. ഒന്നുറക്കെ എല്ലാവരും പറഞ്ഞേ, ശക്തിയുടെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. പറ, ശക്തിയുടെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ ഒരു പവർ വേണ്ട. ഇത് എന്ത് ഇങ്ങനെ ഒരു നനഞ്ഞ പടക്കം പോലെ? അല്ല, അങ്ങനെയല്ല. ഒന്ന് നല്ല ശക്തിയോട് പറഞ്ഞേ, ശക്തിയുടെ ആത്മാവിനെയാണ് നാം സ്വീകരിച്ചിരിക്കുന്നത്. പവർ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ കല്ലുരിയാന്ന് പറഞ്ഞോ? അംഗീകരിച്ചിട്ടുണ്ടോ? ശക്തിയുടെ ആത്മാവിനെയാണ് നാം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം എന്താണ് ഈ ശക്തിയുടെ ആത്മാവ് എന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തി തരാം. ശക്തിയുടെ ആത്മാവ്
സാമുവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായം. സാമുവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായം. അവിടെ നമ്മൾ വായിക്കുന്ന ഇതാണ്. സാമുവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ തിരുലിഖിതം ആദ്യം വായിക്കാം. അതിന് മുമ്പ് ഞാനൊന്ന് പറഞ്ഞു തരാം. സാമുവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകത്തിലെ പശ്ചാത്തലം ഇതാണ്. ദാവീദ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ, ഒരു 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 യുവാവ്. അദ്ദേഹം ചേട്ടന്മാർ പട്ടാളക്കാരാണ്. അവർ ഗോലിയാത്തിൻ്റെ അല്ലെങ്കിൽ ഫിലിസ്തീനയുടെ സേനയുമായി ഏറ്റുമുട്ടാൻ വേണ്ടി യുദ്ധക്കളത്തിലാണ്. അപ്പോൾ ഈ ദാവീദ് അപ്പൻ്റെ നിർദ്ദേശപ്രകാരം യുദ്ധക്കളത്തിലെത്തിയപ്പോൾ ഗോലിയാത്ത് എന്ന് പറഞ്ഞാൽ കണ്ടാൽ തന്നെ തലകറങ്ങി വീഴും. അതുപോലെ രാക്ഷസനെ പോലെ ഒരു ഗോലിയാത്ത്. അവൻ്റെ ഉയരം തന്നെ ഭയങ്കര വലുതാണ്. അവൻ്റെ വണ്ണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വണ്ണമാണ്. അവൻ്റെ ആ കയ്യിലിരിക്കുന്ന ഷീൽഡ് തന്നെ ഭീമാകാരമായ ഷീൽഡാണ്. അവൻ്റെ കുന്തം തന്നെ എന്താ പറയണത്, വലിയൊരു മരം പിടിച്ചിരിക്കണ പോലെയുള്ളൊരു കുന്തമാണ്. അത്രയും ഭീകരനായ ഒരു ഗോലിയാത്ത്. അത് ഇങ്ങനെ അതിൻ്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അവനെങ്ങാൻ ഈ രംഗത്തേക്ക് വന്ന് ഒന്ന് അലറിയാൽ മതി, അവിടെ മുഴുവൻ കിടുങ്ങും. അട്ടപ്പാടി പല ആനകളും അലറും, അതുപോലെ അതൊന്നും വന്ന് അലറിയിട്ട് ഒന്ന് കിടുങ്ങണം ഞാൻ കേട്ടിട്ടില്ല. അത് ചെറിയ സ്വരം ഉണ്ടാക്കി. എന്നാൽ ഗോലിയാത്ത് അലറി കഴിയുമ്പോൾ സർവരും കിടുങ്ങുമെന്ന് മാത്രമല്ല, സാവൂളിൻ്റെ സൈന്യം മുഴുവനും ഭയചകിതരായി അവർ ഓടും. ഭയചകിതരായി ഓടും. ഒരു പട്ടാളം, ഒരു ആർമി, ഒരു സൈന്യനിര മുഴുവനും ഭയന്ന് ഓടണമെങ്കിൽ, ഒരൊറ്റ വ്യക്തിയുടെ മുമ്പിൽ ഭയന്ന് ഓടണമെങ്കിൽ എത്രമാത്രം ഭീകരമായൊരു രൂപമായിരിക്കും, എത്രമാത്രം ഭീകരമായ ഒരു രാക്ഷസ രൂപമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഫിഗർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദാവീദ് യുദ്ധരംഗത്ത് വന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പതിവ് പോലെ ഈ രാക്ഷസൻ, ഈ ഗോലിയാത്ത് അലറുന്നത് കേട്ട് ദാവീദിൻ്റെ സേന ഭയചകിതരായി അവിടുന്ന് ഓടിമറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ സർവ്വരും ഓടി. ദാവീദ് മാത്രം, ഒരു ചെറുപ്പക്കാരൻ, 10-17 വയസ്സുള്ള ഒരു യുവ കുമാരൻ, ഒരു യൗവനക്കാരൻ അവിടെ നിൽക്കുകയാണ്. യങ് ബോയ്. ബാക്കിയെല്ലാം ഓടി മറഞ്ഞു. ഇവനവിടെ നിൽക്കുകയാണ്. ഇവൻ ഈ അലർച്ച കേട്ടപ്പോൾ പേടിയല്ല തോന്നിയത്. ഇവന് അലർച്ച കേട്ടപ്പോൾ എന്താ തോന്നിയത്? ഇവൻ ഈ അലർച്ച കേട്ട ഉടനെ ഇവൻ്റെ കാലിൻ്റെ അടിതൊട്ട് തല വരെ രക്തം ഒന്ന് തിളച്ചു. എന്നിട്ട് പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സേനയെ നിന്ദിക്കുന്ന ഈ അപരിചിതരെ നാവ് വലിച്ച് പുറത്തേക്കിട ഇവിടെ ആരുമില്ലേ? ഇവൻ്റെ കൊരവള്ളി പിടിച്ച് വലിച്ചിട്ട് ഇവിടെ ആരുമില്ലേ എന്ന വിധത്തിൽ ഒരു ശൗര്യം, ഒരു ശക്തി അവനിൽ ഉണർന്നു. അവൻ സൗൽ രാജാവിനോട് സംസാരിച്ചു. അവൻ യുദ്ധരംഗത്തേക്ക് വന്നു. അവന് വലിയ ആയുധവും വലിയ പരിപാടിയൊന്നും വേണ്ട. അവനാകെ ഒരു 5 നല്ല കല്ലെടുത്ത് അവൻ്റെ സഞ്ചിയിലിട്ടു. അവനൊരു വടിയെടുത്തു. അവൻ അവർ ചെന്ന് നിന്നു. ഉടനെ ഈ ഭീകരരൂപി ഇദ്ദേഹത്തെ നേരിടാൻ വേണ്ടി വന്ന് അട്ടഹാസം തുടങ്ങി. ഈ അട്ടഹാസം തുടങ്ങിയപ്പോൾ ഈ ദാവീദ് അദ്ദേഹത്തോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതാണ് 1 സാമുവേൽ 17-ാം അധ്യായത്തിൽ 45-ാമത്തെ തിരുലിഖിതം വായിച്ചു നോക്കാം. 1 സാമുവേൽ 17-ാം അധ്യായം 45-ാമത്തെ തിരുലിഖിതം. ദാവീദ് പ്രതിവചിച്ചു, വാളും കുന്തവും ചാട്ടുളിയുമായി നിന്നെ നേരിടാൻ വരുന്നു. വാളും കുന്തവും ചാട്ടുളിയുമായി നീ എന്നെ നേരിടാൻ വരുന്നു. അടുത്തത്, ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേൽ സേനകളുടെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ഞാനാകട്ടെ നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് വരുന്നത്. ഇവിടെ ആയുധങ്ങളില്ല, ഇവിടെ യുദ്ധപരിചയമില്ല, ഒരു സൈന്യത്തിന് അഭിമാനിക്കാവുന്ന ഒന്നും ദാവീദിൻ്റെ പക്കലില്ല. പക്ഷേ ധൈര്യത്തോടെ അവിടെ നിൽക്കുകയാണ്. ധൈര്യത്തോടെ അവിടെ നിന്ന് പറയുകയാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. നീ നിന്ദിച്ച ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിലെ പല പ്രതിസന്ധികൾ വരുമ്പോൾ, ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഭീരുത്വത്തേക്ക് എടുത്തു മാറ്റി, ഭയം എടുത്തു മാറ്റി ദൈവം ധൈര്യത്തിൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയത്, പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ധൈര്യം, ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ബലം, ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ശക്തി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം മാമോദീസ സ്വീകരിച്ചപ്പോഴും നാം പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നാടകം കളിക്കുകയായിരുന്നു എന്ന് അനേക തവണ നമ്മൾ വെളിപ്പെടുത്തി കഴിഞ്ഞു. ഈ പരിശുദ്ധാത്മാവിനെ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ യഥാർത്ഥമായി സ്വീകരിക്കാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുമില്ല, അന്വേഷിച്ചിട്ടുമില്ല, അതിനെക്കുറിച്ച് പരിശ്രമിക്കുന്നുമില്ല. അതുകൊണ്ട് തക്ക സമയം വരുമ്പോൾ നമുക്ക് ധൈര്യമില്ല, തക്ക സമയം വരുമ്പോൾ നമുക്ക് ശക്തിയില്ല, തക്ക സമയം വരുമ്പോൾ നമ്മൾ ദുർബലരായി മാറുന്നു. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈ സഹോദരൻ എന്ത് ചെയ്തു? ദാവീദ് ഈ ഗോലിയാത്തിൻ്റെ നേരെ ആഞ്ഞെടുത്തു. ദാവീദിൻ്റെ കല്ലെടുത്തു. ആ കല്ല് കൊണ്ട്, ആദ്യത്തെ കല്ല് കൊണ്ട് തന്നെ ഈ ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് ഒരു നല്ല ഏറ് വെച്ച് കൊടുത്തു. കവണയിൽ വെച്ച് കല്ല് തൊടുത്ത് വിട്ടു. അത് അവൻ്റെ നെറ്റിയിൽ തറഞ്ഞു കയറി. ഗോലിയാത്ത് നിലം പതിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദാവീദ് ഓടിച്ചെന്ന് ആ ഗോലിയാത്തിൻ്റെ വാളൂരി ഈ ഗോലിയാത്തിൻ്റെ കഴുത്ത് വെട്ടിമുറിച്ച് ഇസ്രായേൽ സേനകളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. കുറച്ചു നേരത്തേക്ക് ഇസ്രായേൽ സൈന്യത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരിങ്ങനെ സ്ട്രക്കായി നോക്കി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഫിലിസ്തീയ സൈന്യത്തിനും കുറച്ചു നേരത്തേക്ക് ഫിലിസ്തീയ സൈന്യത്തിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഫിലിസ്തീനും സ്ട്രക്കായി നോക്കി നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫിലിസ്തീൻ കാര്യം മനസ്സിലാക്കി. അവരുടെ നായകൻ നിലംപതിച്ചപ്പോൾ അവർ ഭയചകിതരായി അവർ ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ സേന കാര്യം മനസ്സിലാക്കി. അവർ ആരവത്തോടെ ഇരച്ചു ചെന്ന് ഫിലിസ്തീനെ തുരത്തി കുറേ പേരെ കൊന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പാളയത്തിൽ ആരവങ്ങൾ ഉയരുന്നു. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പാളയത്തിൽ വിജയാരവങ്ങൾ ഉയരുന്നു. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ അപമാനം നീക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഭയം നീങ്ങി. എന്താ കാരണം? സൈന്യശക്തിയാണോ? സൈന്യത്തിൻ്റെ ശക്തിയാണോ? ആയുധങ്ങളുടെ ശക്തിയാണോ? എന്താ കാരണം? ദ ഡീപ് സ്ട്രോങ് ഫെയ്ത്ത് ഓഫ് എ ലിറ്റിൽ യങ് ബോയ്. ഒരു ചെറിയ ചെറുപ്പക്കാരൻ്റെ ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനവും. ഒരൊറ്റ മനുഷ്യൻ, ഒരൊറ്റ ചെറുപ്പക്കാരൻ, ആ ഒരു ചെറിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു ചെറിയൊരു യുവാവിൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ച ദൈവാത്മാവിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു അത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തികളിൽ ഇതുപോലെ ശക്തി വെളിപ്പെടുത്താൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇടവകകളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. വൈദിക ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ശുശ്രൂഷകരിലൂടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മളിലൂടെ ദൈവത്തിന് ശക്തി വെളിപ്പെടുന്നില്ല, നമ്മളിലൂടെ ദൈവത്തിന് കൃപ പ്രവർത്തിക്കുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ ഇന്നലെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച ഒരു വചനഭാഗമുണ്ട്. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം 16-ാം അധ്യായത്തിൽ 7 തൊട്ട് 10 വരെ വാക്യങ്ങൾ. ദിനവൃത്താന്തത്തിൻ്റെ 2-ാമത്തെ പുസ്തകം
16-ാം അധ്യായം 7 തൊട്ട് 10 വരെ വാക്യങ്ങൾ. അവിടെ ഇങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. അവിടെ ഇസ്രായേലിൻ്റെ ഒരു രാജാവുണ്ട്. യൂദായുടെ രാജാവ്. യൂദായുടെ രാജാവിൻ്റെ പേരാണ് ആസ രാജാവ്. സിറിയ എന്നൊരു രാജ്യമുണ്ട്. ആ രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പേരാണ് ബെൻഹദാദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ യൂദാ രാജാവ് ദൈവത്തിൻ്റെ ജനത്തിൻ്റെ രാജാവാണ്. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട രാജാവാണ് ആസ, യൂദാ രാജാവ്. ഈ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ശക്തി ദൈവമാണ്. എന്നാൽ സിറിയ രാജാവ് ഒരുപാട് രഥങ്ങളും കുതിരകളും ഒരുപാട് സൈന്യങ്ങളുമുള്ള സിറിയ രാജാവ്. ആ രാജാവിൻ്റെ പേരാണ് ബെൻഹദാദ്. ഈ സിറിയ രാജാവ് സൈന്യമൊക്കെ ശക്തി പ്രാപിച്ചു അങ്ങനെ പ്രബലനായി കഴിഞ്ഞപ്പോൾ, അവിടുത്തെ ഒരു വലിയ ചക്രവർത്തിയെ പോലെ ബെൻഹദാദ് ഉയർന്നു കഴിഞ്ഞപ്പോൾ, ഈ ആസ രാജാവിൻ്റെ ഉള്ളിൽ മാനുഷികമായ ഒരു ചിന്ത, ഇവിടെ ശരിയായി ജീവിക്കണമെങ്കിൽ ഈ സിറിയ രാജാവുമായിട്ട് പോയിട്ട് സഖ്യം ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ സിറിയ രാജാവ് കുറച്ച് സ്വർണവും വെള്ളിയെല്ലാം കൊടുത്ത് ബെൻഹദാദ് രാജാവുമായി, അല്ലെങ്കിൽ ഈ യൂദാ രാജാവ് ആസ ബെൻഹദാദ് സിറിയ രാജാവുമായി സഖ്യത്തിൽ ഏർപ്പെട്ടു. ആ സമയത്ത് പ്രവാചകനായ ഹനാനി അവിടെ ചെന്നു, കൊട്ടാരത്തിലേക്ക് ചെന്നു. ആ ഹനാനി പ്രവാചകൻ പറയുന്നതാണ് നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്നത്. വായിച്ചു കേൾക്കാം. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാ രാജാവായ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളുമടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യക്കാർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്. എന്നിട്ടും അവയെല്ലാം തോൽപ്പിച്ച് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തന്നില്ലേ ദൈവം? അതുപോലെ സിറിയ രാജാവിന് നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുമായിരുന്നില്ലേ? നീ എന്തിനാ ഭയപ്പെട്ട് നേരത്തെ പോയി സഖ്യം ചെയ്തത്? ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നീ നിന്റെ സീനിയർ ഓഫീസറുമായി സഖ്യം ചെയ്യാൻ ദൈവത്തെ ഭയപ്പെടാത്ത ഒരു മനുഷ്യനുമായി നീ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിന് പോകരുത്. ഒരുപക്ഷെ നിൻ്റെ മക്കൾ എന്തെങ്കിലും പ്രേമബന്ധത്തിൽ കുടുങ്ങി അങ്ങനെ ഇനി തിരിച്ചു വരാൻ പറ്റില്ല, അങ്ങനെ വലിയ രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുകയോ, നീ ഭയപ്പെട്ട് നീ പോയി സഖ്യം ചെയ്ത് എങ്ങനെയെങ്കിലും ആകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ നീ എന്തെങ്കിലും ചെയ്ത് കൂട്ടരുത്. നീ ഒരു ഓഫീസിലോ ഒരു ഫാക്ടറിയിലോ ഒരു സംഘടനയിലോ ഒരു ഇടവകയിലോ ഒരു വീട്ടിലോ എവിടെയായിക്കൊള്ളട്ടെ, നീ ഭയപ്പെട്ട് നീ ദൈവഭയമില്ലാത്ത, ദൈവത്തെ മാനിക്കാത്ത, ദൈവവചനത്തെ ലംഘിക്കുന്ന, ദൈവവചനം ധിക്കരിക്കുന്ന ശക്തരും വലിയ പ്രബലരുമായി തോന്നുന്ന ആളുകളുമായിട്ട് നീ പോയി സഖ്യം ചെയ്യരുത്. അങ്ങനെ സഖ്യം ചെയ്യാതെ നിന്റെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടാൻ വേണ്ടി ഒറ്റയ്ക്ക് ഉറച്ചു നിൽക്കണമെങ്കിൽ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. എത്ര പേരുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നവർ? എത്ര പേരുണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് ഫേസ് ചെയ്യുന്നവർ, ധീരതയോടെ നേരിടുന്നവർ? ചാവറപിതാവ് പറയായിരുന്നു, ദൈവഹിതം നടത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതം നടത്തും. അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് അങ്ങനെ ബലത്തോടെ പറയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ഇസ്രായേൽ സേന വാലും ചുരുട്ടി ഓടിയ മാതിരി ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയത്ത് നാം ദൈവവചനത്തെ അവഗണിച്ച് ലോകത്തിൻ്റെ ശക്തികളുമായി നമ്മൾ സഖ്യം ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഈ വൻ ശക്തികളെ നമുക്ക് ഏൽപ്പിച്ചു തരാൻ വേണ്ടിയാണ് അവരെ ഉയർത്തിക്കൊണ്ട് വന്നത്. ദൈവം ഏൽപ്പിച്ചു തരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതുമായിട്ട് പോയി സഖ്യം ചെയ്യും. പിന്നെ എങ്ങനെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തും? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, അട്ടപ്പാടിയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കുടുംബം വന്നു. ആ കുടുംബം പറഞ്ഞു, ഇതാ ഡോക്ടർ പറഞ്ഞു, ഇതാ നിന്റെ ഉദരത്തിൽ 6 മാസം നിന്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു, നിന്റെ ഉദര ശിശു, അതിന് കണ്ണില്ല, അതിന് മൂക്കില്ല, ഇതില്ല, നോർമലായിട്ട് ഒന്നുമില്ല, അത് ജനിച്ചാൽ ഒരു വെജിറ്റേറിയൻ ലൈഫായിരിക്കും, നീ അതിനെ അബോർട്ട് ചെയ്ത് കളയുക. എന്നാൽ വിശ്വാസിയായ മകൾ പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് തന്ന കുട്ടിയെ ഞാൻ അബോർട്ട് ചെയ്യില്ല.
എൻ്റെ കുട്ടിക്ക് കണ്ണില്ലേലും കുഴപ്പമില്ല, മൂക്കില്ലേലും കുഴപ്പമില്ല. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ കുട്ടിക്കൊന്നും വരില്ല. എൻ്റെ ദൈവം അറിഞ്ഞു തരണമെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മഹത്വത്തിന് ഞാൻ കുട്ടിയെ സ്വീകരിക്കും. ധീരതയോടെ തീരുമാനം എടുത്ത് ആദ്യത്തെ സ്കാനിങ് കഴിഞ്ഞു. 2-ാം മാസം, 3-ാം മാസം, 4-ാം മാസം, 5-ാം മാസം, 6-ാം മാസത്തിലും ഇത് തന്നെ ഡോക്ടർമാർ പറഞ്ഞു. ഒരുപാട് ഹരാസ് ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പൈതൽ, ആ വിശ്വാസി ഉറച്ചു നിന്നു. സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് പ്രസവിച്ചപ്പോൾ യാതൊരു കേടുമില്ലാത്ത 2 കണ്ണും മൂക്കും കൈകളും കാലുകളും ആരോഗ്യമുള്ള നല്ലൊരു ബാലൻ. ആ ബാലനുമായി കുറവലങ്ങാട് കൺവെൻഷൻ നടക്കുമ്പോൾ ആ കുടുംബം വന്ന് കുറവലങ്ങാട് കൺവെൻഷനിൽ സാക്ഷ്യപ്പെടുത്തിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. ദൈവം എല്ലാ പ്രവചനങ്ങളെയും പറഞ്ഞവരെ മുഴുവൻ അവരുടെ മുമ്പിൽ വെച്ച് ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തി. വിശ്വാസി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിയില്ലാത്തവർ ഈ സമയം പതറും. അവർ അബോർഷൻ ചെയ്തിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ട് വേറൊരു കുടുംബം, പ്രിൻസ്. അവൻ കല്യാണം കഴിഞ്ഞ് 1 വർഷം, 2 വർഷം, 3 വർഷം, 4 വർഷമായിട്ട് കുട്ടികളുണ്ടാകുന്നില്ല. ഡോക്ടർമാരെ അടുത്ത് ചെന്നു. ഡോക്ടർമാർ പറഞ്ഞു, നിനക്ക് ഇനി ഒരിക്കലും കുട്ടികളുണ്ടാവില്ല. നീ IVF ചെയ്താൽ പോലും വിജയിക്കില്ല, നീ പരാജയപ്പെടും, നിനക്ക് അതിനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ, നിങ്ങൾക്ക് ദത്തെടുക്കാം, അഡോപ്ഷൻ നടത്താം. അല്ലാതെ നിങ്ങൾക്ക് ഈ കുട്ടികൾ നാച്ചുറലായിട്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് IVF പോലും പരാജയപ്പെട്ടു പോകും. IVF തന്നെ സഭ അനുവദിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവർ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന വിശ്വാസ വീരന്മാരായിരുന്നു. അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഇത്രമാത്രം. അദ്ദേഹം പറയാണ്, അവർ ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞു, അവർ ഉപേക്ഷിച്ചു. 2-ാമത്തെ ഹോസ്പിറ്റലിൽ പോയി ഉപേക്ഷിച്ചു. 3-ാമത്തെ ഹോസ്പിറ്റൽ, 4-ാമത്തെ ഹോസ്പിറ്റൽ, 5-ാമത്തെ, 10 ഹോസ്പിറ്റലിൽ പോയി. 10 ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. 10 ഗൈനക്കോളജിസ്റ്റ് ഇത് തന്നെ പറഞ്ഞു. 10 ഹോസ്പിറ്റലുകാർ ഇങ്ങനെ പറഞ്ഞ് മടക്കി. ഇവർ പറഞ്ഞു, ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കും. അവർ തീഷ്ണതയോടെ ആശ്രയിച്ചു. അവർ അട്ടപ്പാടിയിൽ ഒരാഴ്ച വന്ന് ധ്യാനം കൂടുന്ന കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. ധ്യാനം കൂടി, പ്രാർത്ഥിച്ചു, ദൈവത്തെ ആശ്രയിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് മക്കളുണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ അതല്ല ഞങ്ങളുടെ കാര്യം. അങ്ങയുടെ വചനം ഞങ്ങൾ ലംഘിക്കില്ല, അങ്ങയെ വിട്ട് ഞങ്ങൾ പോവുകയില്ല, അങ്ങയുടെ ശക്തി ഞങ്ങൾ അവിശ്വസിക്കുകയില്ല. ഞങ്ങൾ അങ്ങയെ പൂർണ്ണമായി ഏറ്റുപറഞ്ഞ് അങ്ങയുടെ ശക്തിക്ക് വേണ്ടി, അങ്ങയുടെ ഇടപെടലിന് വേണ്ടി, ഒരു അത്ഭുതത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബം പിറ്റേ മാസം കൺസീവ്ഡായി. ആ കുട്ടി ജനിച്ചു. ആ കുട്ടി കഴിഞ്ഞ് 2-ാമത്തെ കുട്ടി ജനിച്ചു. 3-ാമത്തെ കുട്ടി ആയപ്പോഴാണ് അട്ടപ്പാടിയിൽ വന്ന് കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ച, 3 മാസം മുമ്പ് ആദ്യ വെള്ളിയാഴ്ച സാക്ഷ്യപ്പെടുത്തി ആ കുടുംബം പോയത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാത്തവരാണ് എന്ത് പറയും? നിരാശ, സങ്കടം, വിഷാദം, വിഷമം, പ്രാർത്ഥനക്കുറവ്. ഇനി എന്ത് കാര്യം? ഞാൻ ചെറുപ്പം തൊട്ടേ സംഘടനയെ പ്രവർത്തിച്ചതാണല്ലോ, ഞാൻ ചെറുപ്പം തൊട്ട് ഓൾട്ടർ ബോയ് ആയിരുന്നല്ലോ, ഞാൻ ചെറുപ്പം തൊട്ട് വിശ്വാസിയായിരുന്നല്ലോ, ഞാൻ എന്നും കൊന്ത ചെല്ലുമായിരുന്നല്ലോ, ഇപ്പോൾ എനിക്കെന്തോ ഇങ്ങനെ വന്നു പോയത്? ദൈവം ഉണ്ടോ? ഇങ്ങനെയുള്ള നിഷേധത്തിലേക്കും അപചയത്തിലേക്കും അവിശ്വാസത്തിലേക്കും വേദനയിലേക്കും അന്ധകാരത്തിലേക്കും പോകും. പാപത്തിൻ്റെ വഞ്ചനയിൽ കുടുങ്ങും. വായിച്ചു 2 ദിനവൃത്താന്തം 16-ാം അധ്യായം 7 തൊട്ട് 10 വരെ വാക്യങ്ങൾ വായിക്കാം. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാ രാജാവായ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളുകളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യക്കാർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്. എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. തൻ്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിൻ്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. എന്നാൽ നീ ചെയ്തത് ഭോഷത്വമാണ്. അടുത്തത്, ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല. ആസ കോപിച്ച്, ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല.
പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം ഒരു സാഹചര്യം ഒരുക്കി വരുമ്പോൾ അവിടെ നമ്മൾ ഭയപ്പെട്ട് നേരത്തെ പോയി തിന്മയുടെ ശക്തി സഖ്യം ചെയ്താൽ പിന്നെ നിങ്ങളിൽ നിന്ന് ഉത്കണ്ഠ വിട്ടുമാറില്ല, നിങ്ങളിൽ നിന്ന് ഭയം വിട്ടുമാറില്ല, നിങ്ങളിൽ നിന്ന് നിരാശ വിട്ടുമാറില്ല, നിങ്ങളിൽ നിന്ന് ബലഹീനതകളും ദൗർബല്യങ്ങളും വിട്ടുമാറി എന്നും പേടിച്ച് അയ്യോ പത്തോ എന്ന് കരഞ്ഞോട് നടക്കാനല്ലാതെ ദൈവശക്തി കണ്ട ഒരു ദൈവ പൈതലിൻ്റെ ബലത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. എന്താണ് ആസ ചെയ്ത ഭോഷത്വം? അത് 16-ാം അധ്യായത്തിൽ തൊട്ട് മുകളിലുള്ള വാചകത്തിലുണ്ട് 3-4 വാക്യങ്ങൾ. നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എൻ്റെ രാജ്യത്ത് നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസ രാജാവിൻ്റെ അപ്പോൾ ഈ ആസ ചെയ്ത ഭോഷത്വം എന്ന് പറയുന്നത് സിറിയ രാജാവുമായി നേരത്തെ പോയി സഖ്യം ചെയ്ത് സ്വർണവും വെള്ളിയും കൊടുത്ത് സഖ്യത്തിലായി. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തനം നിരന്തരമാകുമ്പോൾ നാം ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ഏതു തന്നെ അവസ്ഥ വന്നാലും തിന്മയുടെ ശക്തി അങ്ങനെ കൊടുമ്പിരിക്കൊണ്ട് വരുമ്പോൾ നാം പെട്ടെന്ന് പോയി അവരോട് സഖ്യം ചെയ്യാൻ നിൽക്കാതെ നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നതിന് വേണ്ടി നാം അവിടെ ബലത്തിൽ ഉറച്ചു നിൽക്കും. ദൈവഭക്തൻ വിശ്വാസി ഉറച്ചു നിന്നാൽ അവിടെ ദൈവശക്തി ഇറങ്ങി വരും, അവിടെ ദൈവശക്തി വെളിപ്പെടും. അതിനെ നമ്മളെ ബലപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ് വിൽ ഗിവ് യു പവർ ആൻഡ് ന്യൂ ലൈഫ്. നിനക്ക് പുതുജീവനും നിനക്ക് പുതിയ ശക്തിയും നൽകുന്നവനാണ് പരിശുദ്ധാത്മാവായ ദൈവം. ഈ പരിശുദ്ധാത്മ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എ ക്രിസ്ത്യൻ ഈസ് എ ഡെഡ് എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഗോഡ് വി ആർ ഡെഡ്. എ മാൻ വിത്തൗട്ട് ഹോളി സ്പിരിറ്റ് ഈസ് ഡെഡ്. അവൻ മരിച്ചതിന് തുല്യമാണ്. എന്താ മരിച്ചതിൻ്റെ പ്രത്യേകത? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചോ കാര്യം, മരിച്ച ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കാമെന്ന് വിചാരിക്കും. മരിച്ച ഡെഡ് ബോഡി ഇങ്ങനെ കിടക്കുമ്പോൾ ആ ഡെഡ് ബോഡി മുമ്പിൽ ബിരിയാണി വെച്ചാൽ ആ ഡെഡ് ബോഡിക്ക് എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാവുമോ? ഇല്ല. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയ ഒരു ക്രിസ്ത്യാനിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് അല്ലെങ്കിൽ ദൈവം വന്ന് എന്ത് പ്രചോദനം കൊടുത്താലും ആ പ്രചോദനങ്ങൾ ആ ക്രിസ്ത്യാനിയിൽ ഒരു റെസ്പോൺസ്, ഒരു ആവേശം ഉണ്ടാക്കില്ല. അത് കൊട്ടയിലെ മത്തി പോലെ ഇങ്ങനെ കടന്നോളും. അതിനൊരു ആവേശമൊന്നുമില്ല. ഇവിടെ ഗോലിയാത്ത് വന്ന് അലറിയപ്പോൾ ദാവീദിലുണ്ടായിരുന്ന ദൈവശക്തി ഉണർന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലത്തിന് നടുവിൽ ശക്തിയോടെ എഴുന്നേൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ ഉണർത്തണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ഉജ്ജ്വലിപ്പിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിശ്വസിക്കണം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. A man without Holy Spirit is a dead man. കാര്യം ശരി, നടക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ദൈവികമായ കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള ഊർജ്ജസ്വലതയുമില്ല, ഉന്മേഷവും ഇല്ല, അഭിമാനവും ഇല്ല, സന്തോഷവും ഇല്ല. എന്നും വിഷമം, സങ്കടം, നിരാശ, പരിഭവം, ആവലാതി, ഇതെല്ലാത്തിൻ്റെ ബണ്ടിൽ ഓഫ് യൂസ്ലെസ് പാഷൻസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടാത്ത, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഇറങ്ങി വരാത്ത വേൾഡ്ലി ലൈഫ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഓർക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്നാൽ എന്താ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വന്നാൽ ദൈവത്തിൻ്റെ ഇൻസ്പിറേഷൻ നമ്മുടെ ഉള്ളിൽ വരും. ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ 12-13 തിരുലിഖിതങ്ങൾ. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 12-13 തിരുലിഖിതം. ഫിലിപ്പിയ ലേഖനം വായിച്ചു നോക്കിയേ.
3-ാം അധ്യായം ഫിലിപ്പിയിലാണ് 3-ാം അധ്യായമല്ല, ഫിലിപ്പിയിലെ 2-ാം അധ്യായം 12-13 തിരുലേഖനങ്ങൾ. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെപ്പോഴും അനുസരണയോടെ വർത്തിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നു. എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അപ്പം ദൈവം വന്ന് ഓരോ സമയത്ത് നമ്മൾ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ഓരോ സമയത്ത് ദൈവം നമ്മൾ ഉത്തേജിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി വീരോചിതമായ നിലപാടെടുക്കാൻ, ദൈവത്തിന് വേണ്ടി ഭയപ്പെടാതെ നിലപാടെടുക്കാൻ, ദൈവത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ദൈവത്തിന് വേണ്ടി ഉറച്ച നിലപാടെടുക്കാൻ പരിശുദ്ധാത്മ ദൈവം ഉത്തേജിപ്പിക്കുമ്പോഴും നമുക്കൊരു ഉത്തേജനം തോന്നാതെ നമ്മളിങ്ങനെ വാടിയ ചേമ്പുതണ്ട് പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ നമ്മൾ നിർവീര്യമാക്കി. ഈ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലാണ് നാം ജീവിക്കുന്ന വിശ്വാസികളായി മാറുകയുള്ളൂ. ഈ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയാൽ നാം ഡെഡ് ബോഡിക്ക് സദൃശമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഉത്തേജനം നമുക്ക് കിട്ടിയാലും ആ ഉത്തേജനത്തോട് ഒരു ശവത്തിന് മുമ്പിൽ ബിരിയാണി വെച്ചാൽ ആ ശവം റെസ്പോണ്ട് ചെയ്യാത്തതുപോലെ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കിയ ഒരു വിശ്വാസി ദൈവത്തിൻ്റെ ഉത്തേജനത്തോട് പ്രതികരിക്കാൻ കഴിവില്ലാത്തവനായി. ഇപ്പോൾ ദൈവത്തിന് ഉത്തേജനം കിട്ടിയാലും ഒന്നും തോന്നുന്നില്ല. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് വന്നേ, നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ ശക്തിയായി നിറയണം. ദൈവത്തിൻ്റെ വചനം 2 തിമോത്തി 1-ാം അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, നാം സ്വീകരിച്ചിരുന്നത് ഭീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ ആത്മാവിനെയാണ്. ശക്തിയുടെ ആത്മാവിനെയാണ്, ആത്മനിയന്ത്രണത്തിൻ്റെ ആത്മാവിനെയാണ്, ധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ്. ഈ ആത്മാവാണ് പ്രതികൂലത്തിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുന്നത്. ജീവിതത്തിൽ ഒരു പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, ജീവിതത്തിൽ ഒരുപാട് തകർന്ന അവസ്ഥയുള്ള കുടുംബങ്ങൾ, പല കുടുംബങ്ങളും, പ്രത്യേകിച്ച് പല കുടുംബങ്ങൾ സാമ്പത്തികമായി തകർന്ന് തരിപ്പണായി. പക്ഷെ അന്നേരമെല്ലാം ലോകത്തിൻ്റെ അരൂപി നിർബന്ധിക്കും. ദൈവവചനം നോക്കിയിരുന്നൊരു കാര്യമില്ല, അവനോട് നിലനിൽപ്പാണ് പ്രധാനം, എങ്ങനെയെങ്കിലും നിലനിൽക്കാൻ നോക്ക്, ഇത് ലോകത്തിൻ്റെ അരുവി പറയും. പക്ഷെ അവരൊക്കെ പറയും, അന്ന് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നവർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാം സമ്പൂർണ്ണമായി നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പൂർണ്ണമായി എല്ലാം ജപ്തി ചെയ്തുകൊണ്ട് പോയാലും കുഴപ്പമില്ല, ദൈവം ഞങ്ങളെ വീണ്ടും പടുത്തുയർത്തും, ഞങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോവുകയില്ല, ഞങ്ങൾ ദൈവത്തിൻ്റെ വചനം ലംഘിക്കുകയില്ല, ഞങ്ങൾ കർത്താവിൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കില്ല. ഉറച്ചു നിന്ന ആളുകളെ കുറിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. അവർക്കൊരു പ്രത്യക്ഷത്തിൽ നഷ്ടങ്ങളൊക്കെ വന്നാലും അതിനുശേഷം വീണ്ടും അവരെ പടുത്തുയർത്തും, വീണ്ടും അവരെ ഉന്നതിയിലേക്ക് കൊണ്ടുവരും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കഷ്ടതയുടെ നടുവിൽ, ആ കംപ്ലീറ്റ് എല്ലാം നഷ്ടപ്പെട്ട് ലോകത്തിൻ്റെ എല്ലാ പിന്തുണയും പിൻവലിച്ച് നമ്മൾ ലോകത്തിൽ ഒന്നുമില്ലാത്തവരെ പോലെ ആയിത്തീരുന്ന ആ സമയത്ത് ഉറച്ചു നിൽക്കണമെങ്കിൽ ഉള്ളിൽ ഇപ്പോൾ സമാധാന കാലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ ഒരു ജോർദാൻ കടന്നു പോകേണ്ടി വരും. രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അത് ശുശ്രൂഷ ചെയ്യുന്നവരാണെങ്കിലും, വൈദികരാണെങ്കിലും, തിരുസഭാധികാരികളാണെങ്കിലും, അൽമായരാണെങ്കിലും, കുടുംബനാഥന്മാരാണെങ്കിലും, കുടുംബനാഥകളാണെങ്കിലും, നിങ്ങൾ ഈ ലോകത്തിൽ വായിച്ചതും കേട്ടതും പ്രവചിച്ചതും പറഞ്ഞതും ചെയ്തതുമായ എല്ലാ വചനങ്ങളും നിങ്ങളുടെ വാഗൊണ്ട് തന്നെ നിഷേധിക്കാനും, നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ ഇതൊന്നും ശരിയല്ല, ഇതിലൊന്നും കാര്യമില്ലെന്ന് ചിന്തിക്കാനും ഇടവരുന്നത് പോലെയുള്ള ജീവിത അനുഭവങ്ങളിലൂടെ എല്ലാവരുടെ ജീവിതവും കടന്നു പോകേണ്ടി വരും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വേറൊരു വാക്കി പറഞ്ഞാൽ ഒരു അഗ്നിശോധനയിലൂടെ എന്ന വണ്ണം നാം എല്ലാവരും കടന്നു പോകേണ്ടി വരും. ആ സമയത്ത് നമ്മുടെ പ്രത്യാശ, ആ സമയത്ത് നമ്മുടെ ബലം, ആ സമയത്ത് നമ്മുടെ ധൈര്യം, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. പുല്ലുകൊണ്ടും വൈക്കോലും കൊണ്ടും പണിതെല്ലാം കത്തിച്ചാമ്പലായി പോകും. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും പണിതെല്ലാം നിലനിൽക്കും.
പുല്ലുകൊണ്ടും വൈക്കോലുകൊണ്ടും പണിയുന്നവർക്ക് നഷ്ടം സഹിക്കേണ്ടി വരും. അവർ അഗ്നിശോധന സമയത്ത് എല്ലാം നഷ്ടപ്പെട്ടവരായി അവർ ദൈവത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് പോകും. അവർ ദൈവത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് പോകും. അവർ ദൈവത്തിൻ്റെതല്ലാതായി മാറും. ഉറക്കെ പറയാ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ പറയണം, ദൈവമേ ശക്തിയുടെ ആത്മാവിനെ എൻ്റെ മേൽ തരണം, ധൈര്യത്തിൻ്റെ ആത്മാവിനെ. ഈ പ്രതികൂലത്തിൽ ഉറച്ചു നിൽക്കണം. ഈ പ്രതികൂലത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. ഒരു പക്ഷേ നിങ്ങളുടെ കല്യാണം നടക്കിയാലായിരിക്കും. 10, 15, 20 വർഷമായിട്ട് കല്യാണം നടക്കുന്നില്ലെങ്കിലും പറയണം, ഞാൻ മാമോദിസ മുക്കി അങ്ങനെ ഞാൻ എൻ്റെ വിശ്വാസത്തിലേക്ക് കൊടുത്തതിന് ശേഷം കല്യാണം കഴിക്കുള്ളൂ എന്ന് ഉറച്ചു നിൽക്കണം. അപ്പോൾ ദൈവം അതിനുവേണ്ടി ഇടവരുത്തും. പ്രൈസ് ദ ലോർഡ്. ഒരു പക്ഷേ ഒരു മതത്തിൽപ്പെട്ടൊരു വ്യക്തിയെ വിവാഹം ചെയ്യേണ്ടി വന്നാൽ തന്നെ മാമോദിസ മുക്കി ഒരേ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഒരേ വിശ്വാസത്തിൽ നിങ്ങളുടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം കർത്താവ് ഒരുക്കി തരും. നിങ്ങൾ ഞായറാഴ്ച പള്ളി പോകുന്ന, ഞാൻ ഓർക്കുന്ന ഒരുപാട് പേര് വചനം കേട്ടു, അവർ പരിശുദ്ധാത്മാവിന് ശക്തി നിറഞ്ഞു. അവർ അന്ന് ആദ്യം പറഞ്ഞെങ്ങനെയാണ്, കർത്താവ്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ ആദ്യം തന്നെ അവർ പറഞ്ഞു, കർത്താവ് ഞായറാഴ്ച ഞങ്ങൾക്ക് ഡ്യൂട്ടി വേണ്ട, ഞങ്ങൾക്ക് ശനിയാഴ്ച വീട്ടിലിരിക്കണം, ഞായറാഴ്ച പള്ളിയിൽ പോകണം, അതുപോലുള്ള ജോലി മതി, ഞങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടക്കണം, അത് അങ്ങേക്ക് അറിയാം, അതങ്ങ് നോക്കിക്കോളൂ, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങൾ ഈ വചനം ലംഘിക്കാനില്ല, ഞങ്ങൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് ഞായറാഴ്ച ഡ്യൂട്ടിയുള്ള ജോലി ഞങ്ങൾക്ക് വേണ്ട. അവർ പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പക്ഷേ ആദ്യത്തെ ജോലിയൊക്കെ കൊണ്ട് പോയി അവരെ പിരിച്ചുവിട്ടു. ഓക്കെ, അവർ സാരമില്ല, അവർ പറഞ്ഞു ജീവിക്കുന്ന ദൈവമുണ്ട്, ജീവിക്കുന്ന ദൈവം ഇടപെടും, ജീവിക്കുന്ന ദൈവം പ്രവർത്തിക്കും. അവർക്ക് വെള്ളിയാഴ്ച 5 ദിവസം ജോലി, 2 ദിവസം ലീവുള്ള നല്ല ജോലി, നല്ല ശമ്പളം, നല്ല സന്തോഷം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ച് അവരെ വഴി നടത്തുന്നത് അനേകം കുടുംബങ്ങൾ പറഞ്ഞ് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, പേടിത്തൊണ്ടന്മാർക്ക് ഈ രംഗത്തൊന്നും ചെയ്യാനില്ല. യുദ്ധം ചെയ്യാത്തവർ കുപ്പത്തൊട്ടിയിലേക്ക്, അങ്ങനെ കുപ്പത്തൊട്ടിയിലേക്കുള്ളവർ അവിടെ നിന്നോട്ടെ, കുഴപ്പമില്ല. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ ഭാഗത്തേക്ക് ഇന്ന് ശക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശക്തിപ്പെടുത്തുന്ന ആത്മാവിനെ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. പ്രൈസ് ദി ലോർഡ്. കൈകൾ ഉയർത്തി 3 തവണ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയാം. കുറച്ച് നേരം കൂടെ ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അടുത്തൊരു സഹായം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ സഹായിക്കുന്ന വളരെ വലിയൊരു സഹായമാണ്. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കും. വിശുദ്ധ ലിഖിതത്തിൽ റോമാലേഖനം 8-ാം അധ്യായം 26-ഉം 27-ഉം തിരുലിഖിതങ്ങൾ, റോമാലേഖനം 8-ാം അധ്യായം 26, 27 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കുന്നു, വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകളിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരുപാട് പേര് അവരുടെ വേദന, ഒരു രോഗം വന്നു, അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റണില്ല, കുടുംബത്തിൽ വലിയൊരു പ്രതിസന്ധി വന്നു, ജപ്തിയായി, കണ്ണുനീരായി, മക്കളുടെ കല്യാണം നടക്കണില്ല, മക്കൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു, അങ്ങനെ ഒരുപാട് അവസ്ഥ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം മനസ്സ് മരവിച്ച് പോകുന്ന അനുഭവങ്ങളും അവസ്ഥകളിലൂടെയും നമ്മുടെ ജീവിതം ഏതെങ്കിലും ഒരു നാളിൽ കടന്നു പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ നാളുകളിൽ നമ്മുടെ ബലഹീനതയിൽ, നമ്മുടെ നിസ്സഹായ അവസ്ഥയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കും. നല്ല സ്വരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ഇന്ന് ഒരുപാട് പേരുടെ വിഷമം ഇതാണ്, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ ഏകാഗ്രത കിട്ടുന്നില്ല. വിഷമിക്കേണ്ട, പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവ് നന്നായിട്ട് ഈ പ്രാർത്ഥനാ കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കും. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്ന സംഭവമുണ്ട്, അതായത് ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ ദാവീദ് രാജാവ് ഒന്നിന് പിറകെ ഒന്നായി പ്രതിസന്ധികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ തന്നെ ദാവീദ് രാജാവിനെതിരായിട്ട് വിപ്ലവം ഉണ്ടാക്കി, കൊട്ടാരം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു. സൗൽ രാജാവും സൈന്യവും ദാവീദിനെ കൊല്ലാൻ വേണ്ടി നോക്കുകയാണ്. ഈ സമയത്ത് ദാവീദ് രാജാവ് ചെയ്തതെന്താണ്? ദാവീദ് രാജാവ് പറയാണ്, രാജാക്കന്മാർ അകാരണമായി എന്നെ വെറുക്കുന്നു, ഞാൻ എൻ്റെ കർത്താവിൻ്റെ
വചനം ധ്യാനിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിൻ്റെ വചനം ധ്യാനിക്കുന്നു. 119 സങ്കീർത്തനത്തിൽ 23 തിരുലിഖിതം, 119 സങ്കീർത്തനത്തിൽ 23 തിരുലിഖിതം, രാജാക്കന്മാർ ഒത്തുചേർന്ന് എനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു. എന്നാൽ ഈ ദാസൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കും. ആരൊക്കെ നമുക്കെതിരെ, ഒരുപക്ഷെ നമ്മുടെ മക്കൾ നമുക്കെതിരെ തിരിഞ്ഞു, നമ്മുടെ ബന്ധുക്കളെല്ലാം കൂടെ കൂട്ടം കൂടി നമുക്കെതിരെ ഗൂഢാലോചന ചെയ്യുന്നു, അയൽക്കാർ നമുക്കെതിരെ എന്തൊക്കെയോ തരത്തിൽ നമ്മൾ ഉപദ്രവിക്കുന്നു. ഒരു 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 എവിടേക്ക് നോക്കിയാലും ഒരു സമാധാനമില്ലാത്തൊരു സ്ഥിതി ഒരുപക്ഷെ ജീവിതത്തിൽ ഉണ്ടായാലും ദാവീദ് എന്താ ചെയ്തത്? ദാവീദ് വേദപുസ്തകം എടുത്ത് കർത്താവിന് മുമ്പിൽ പോയിരുന്ന് കർത്താവിൽ ഹൃദയം ഉറപ്പിച്ചു. അങ്ങനെ ഹൃദയം ഉറപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അല്ലെങ്കിൽ നമ്മൾ ആകുലത, ഉത്കണ്ഠ, ടെൻഷൻ, നിരാശ, വെറുപ്പ്, നീരസം, പ്രതികാരം, വൈരാഗ്യം, ഇങ്ങനെയുള്ള വലിയ തരത്തിലുള്ള ദുരന്തങ്ങളിൽ ചെന്ന് നിവദിക്കും. ഞാൻ നിങ്ങളോട് പറയാം, മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും വന്ന ദൈവരാജ്യത്തിൽ ഇതെല്ലാം എല്ലാവരും അനുഭവിച്ചറിയും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരും ആകുന്ന തകിടമറിച്ചിലുണ്ടാകും. ഇതെല്ലാവരുടെ ജീവിതത്തെ അനുഭവിച്ചറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ഏറ്റവും നിസ്സാരരൊക്കെ പ്രാർത്ഥിച്ച് കയറിപ്പോകും. എന്നാൽ ഒട്ടനവധി പേര് വൈരാഗ്യം, വെറുപ്പ്, നീരസം, സങ്കടം, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ, മടുപ്പ്, ക്ഷീണം, തളർച്ച, അതുപോലെ തന്നെ സംശയം, ദൈവം ഉണ്ടോ എന്ന വിചാരം, ദൈവത്തിനെതിരായുള്ള ചിന്തകൾ, സഭയ്ക്കെതിരായ ചിന്തകൾ, വൈദികർക്കെതിരായ ചിന്തകൾ, ഇങ്ങനെയുള്ള അസംഖ്യം തകർച്ചയുടെ കുഴികളിൽ, വേറൊരു വാക്കി പറഞ്ഞാൽ മരണഗർത്തങ്ങളിൽ നിപതിക്കും. ആ സമയത്ത് എളിയവരെ പരിശുദ്ധാത്മാവ് സഹായിക്കും. അവരെ വേണ്ട വിധം പ്രാർത്ഥിക്കാൻ അവർ പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവരാണ്. അവരെന്ത് ദാവീദ് അങ്ങനെയായിരുന്നു. കാര്യശരി ഒരുപാട് സമ്പത്ത്, ഒരുപാട് ഉയർച്ച, രാജാവ് ആരെങ്കിലും ഒരു പ്രശ്നം വരും, വേഗം പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കും. പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചതുകൊണ്ട് എന്തായി? ദാവീദിന് കർത്താവ് കൊടുത്തൊരു കൃപയാണ്. എത്ര പ്രതിസന്ധി വരുന്നോ അത്രയും കൂടുതലായി കർത്താവിൻ്റെ അടുത്തിരിക്കുന്ന കൃപ, കർത്താവിനെ അടുത്തിരിക്കാനുള്ള കൃപ, കർത്താവിനെ ആശ്രയിക്കാനുള്ള കൃപ. അതുകൊണ്ട് കർത്താവ് ദാവീദിനെ വീണ്ടും അനുഗ്രഹിച്ചു കരുതി. ദാവീദിൻ്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞ മറ്റൊരു കാര്യം ഇങ്ങനെയാണ്. വലിയ പ്രതിസന്ധി വേദനയുള്ള സമയത്ത് 62 സങ്കീർത്തനത്തിൽ ദാവീദിനെ കുറിച്ച് പറഞ്ഞെങ്ങനെയാണ്? 63 സങ്കീർത്തനത്തിൽ 5-6 വാക്യങ്ങൾ. 63 സങ്കീർത്തനത്തിൽ 5-6 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരാളെ സഹായിച്ചാൽ ചിലപ്പോൾ തീരെ നിസ്സാരനായിരിക്കാം, ചിലപ്പോൾ ഉന്നതനായ വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ജോലിയുള്ള വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ജോലി ഇല്ലാത്ത വ്യക്തിയായിരിക്കാം. ഉന്നത സ്ഥാനമോ സമ്പത്തോ പഠിപ്പോ സ്ഥാനക്കുറവോ പഠിപ്പില്ലായ്മയോ ഒന്നും ഈ പ്രാർത്ഥനയ്ക്ക് തടസ്സമല്ല. എളിമയാണ് വേണ്ടത്. അഹങ്കാരം ഉണ്ടെങ്കിൽ നടക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 63 സങ്കീർത്തനത്തിൻ്റെ 5-6 വാക്യങ്ങൾ എന്താണ് വായിക്കുന്നത്? കിടക്കയിൽ ഞാൻ അങ്ങയെ ഓർക്കുകയും രാത്രിയാമങ്ങളിൽ അങ്ങയെക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ സംതൃപ്തി അടയുന്നു. എൻ്റെ അധരങ്ങൾ അങ്ങേക്ക് ആനന്ദഗാനം. കൊടിയ വഞ്ചനയുടെ നടുവിൽ സ്വന്തം മക്കൾ, സ്വന്തം കുടുംബത്തിൽ, സ്വന്തം കൊട്ടാരത്തിൽ, സ്വന്തം സൈന്യം എല്ലാം രാജാവിനെ വഞ്ചിച്ചു. സ്വന്തം ജനങ്ങൾ രാജാവിനെ വഞ്ചിച്ചു. രാജാവും ഏതാനും അനുചരന്മാരൊഴികെ ബാക്കി ജനങ്ങൾ മുഴുവൻ വിമതപക്ഷത്തേക്ക് പോയി. കൊട്ടാരത്തിൽ തന്നെ എല്ലാം മറുപക്ഷം മാറി. സ്വരാജാവിൻ്റെ പ്രധാന ഉപദേശകൻ, പ്രാർത്ഥിച്ച് മെസ്സേജ് കൊടുത്തിരുന്ന ആൾ ശത്രുവിൻ്റെ പക്ഷത്തേക്ക് പോയി. അതിൻ്റെയൊക്കെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പഠി, ഞാൻ എൻ്റെ ഹൃദയം കർത്താവിന് ആനന്ദഗീതം ആലപിക്കുന്നു. എന്താ കാരണം? പ്രാർത്ഥിക്കാനുള്ള കൃപ അവിടെ ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള കൃപ പരിശുദ്ധാത്മാവ് കൊടുത്തു. എന്താ വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്. രാത്രിയിൽ കിടക്കയിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കും, രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ അങ്ങയെ ധ്യാനിക്കും. മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെ സംതൃപ്തി, മജ്ജയും മേധസ്സും കൊണ്ട് എന്നതുപോലെയുള്ള സംതൃപ്തി ജീവിതത്തിൽ നിറയുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. 63 അധ്യായത്തിൽ 8 വാക്യം, സങ്കീർത്തനം 63:8. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ സഹായിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ,
ഒരു വലിയ തരത്തിലുള്ള ആത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. ആത്മാവിൻ്റെ നിറവ് ഉണ്ടാവണമെങ്കിൽ ജോലി കിട്ടുന്നത് കൊണ്ടോ നമുക്ക് സമ്പത്തുണ്ടാകുന്നത് കൊണ്ടോ രോഗം മാറുന്നത് കൊണ്ടോ ആയിരിക്കണമെന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം നടക്കുന്നത് കൊണ്ട് ആയിരിക്കണമെന്നില്ല നമുക്ക് ആത്മാവിൻ്റെ നിറവ് കിട്ടുന്നത്. വൈജോഗിക്ക് 63-ാം സങ്കീർത്തനത്തിൽ 8-ാമത്തെ തിരുലിഖിതം, എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. അങ്ങയുടെ വലതുകൈ എന്നെ താങ്ങി നിർത്തുന്നു. അങ്ങയുടെ വലതുകൈ, അങ്ങയുടെ വലതുകരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലതുകരം എന്ന് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവാണ് എന്നെ താങ്ങി നിർത്തുന്നത്. അങ്ങയുടെ പരിശുദ്ധാത്മാവ് എന്നെ താങ്ങി നിർത്തുന്നു. ഞാൻ, എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതം എൻ്റെ ദൈവത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. എൻ്റെ ദൈവത്തോട് എൻ്റെ ആത്മാവ്, എൻ്റെ ജീവിതം ഒട്ടിച്ചേർന്നിരിക്കുന്നു. അതുപോലെ നമ്മളെ ഉയർത്താൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മളെ കർത്താവിലേക്ക് ഐക്യപ്പെടുത്താൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈകൾ ഉയർത്തി 5 തവണ ഹല്ലേലൂയ ഉറക്കെ പറയാം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന വളരെ വലിയൊരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്നേഹം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. റോമാലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ തിരുലിഖിതം. ഈ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ ഒരു വ്യക്തിക്ക് വളരാൻ പറ്റുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ചൊരിയപ്പെടുന്നത് ഈ പരിശുദ്ധാത്മാവിലൂടെ. ഒരുമിച്ച് വായിച്ചേ. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നമ്മളിലേക്ക് നിരന്തര ഒരു അനുഭവം വരണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ കർത്താവ് ആദ്യം തന്നെ തരികയാണ്. ഈ സ്നേഹം അനുഭവിക്കാൻ ഉറക്കെ പറയാം ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. 33-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ, 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം 1 തൊട്ട് 13 വരെയുള്ള തിരുലിഖിതങ്ങളാണത്. അവിടെ മനാസെ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ അനുഭവമാണ്. മനാസെ എന്താ ഈ മനാസെ രാജാവിൻ്റെ അനുഭവം? മനാസെ രാജാവിൻ്റെ അനുഭവം ഇതാണ്. അദ്ദേഹം ചെറുപ്രായത്തിൽ തന്നെ രാജാവായി. അദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചു, അദ്ദേഹം രാജാവായി. അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആരുമില്ല. അങ്ങനെ ചെറുപ്രായത്തിൽ രാജാവായി മനാസെ കുറച്ച് കഴിഞ്ഞപ്പോൾ താന്തോന്നിയായി മാറി. അദ്ദേഹത്തിൻ്റെ ദൈവഭക്തി നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ ദൈവവിചാരം നഷ്ടപ്പെട്ടു. അദ്ദേഹം ദുർമാർഗിയും ദൈവനിഷേധിയുമായി രൂപാന്തരപ്പെട്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 33-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു നോക്കിയേ. 2 ദിനവൃത്താന്തം 33-ാം അധ്യായം 1 തൊട്ട് 13 വരെ വാക്യങ്ങൾ ഉറക്കെ വായിക്കാം. മനാസെ 12-ാം വയസ്സിൽ രാജാവായി. അവൻ ജെറുസലേമിൽ 55 വർഷം ഭരിച്ചു. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരുത്തിയ ജനതകളുടെ മ്ലേച്ഛ ആചാരങ്ങൾ അനുകരിച്ച് അവൻ അവിടുത്തെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. തൻ്റെ പിതാവായ ഹെസക്കിയ നശിപ്പിച്ച പൂജാഗിരികൾ അവൻ പുതുക്കി പണിതു. ബാലിന് ബലിപീഠങ്ങൾ നിർമ്മിച്ചു, അക്ഷേര പ്രതിഷ്ഠകൾ സ്ഥാപിച്ചു, ആകാശഗോളങ്ങളെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. ജെറുസലേമിൽ എൻ്റെ നാമം എന്നേക്കും വസിക്കുമെന്ന് ഏത് ആലയത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നുവോ ആ ആലയത്തിൽ അവൻ ബലിപീഠങ്ങൾ നിർമ്മിച്ചു. ദേവാലയത്തിൻ്റെ 2 അങ്കണങ്ങളിലും അവൻ ആകാശഗോളങ്ങൾക്ക് ബലിപീഠങ്ങൾ പണിതു. സ്വന്തം പുത്രന്മാരെ അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ഹോമിച്ചു. ജ്യോത്സ്യം, ആഭിചാരം, ശകുനം എന്നിവ സ്വീകരിക്കുകയും പ്രേതാവിഷ്ടരുടെയും മന്ത്രവാദികളുടെയും ഉപദേശം ആരായുകയും ചെയ്തു. കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിടുത്തെ പ്രകോപിപ്പിച്ചു. താനുണ്ടാക്കിയ വിഗ്രഹം അവൻ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. ഈ ആലയത്തെക്കുറിച്ചാണ് ദാവീദിനോടും പുത്രനായ സോളമനോടും ദൈവം ഇപ്രകാരം അരുളി ചെയ്തത്: ഈ ആലയത്തിലും ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിലും എൻ്റെ നാമം ഞാൻ എന്നേക്കും പ്രതിഷ്ഠിക്കും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ മനാസെ രാജാവ് 12-ാം വയസ്സ് രാജാവായി, അപ്പൻ മരിച്ചു, പിന്നെ തനി തോന്നിയാസം.
ഇടം വലം നോക്കാതെ ചുറ്റുമുള്ള ജനതകൾ ചെയ്യാൻ അറച്ചിരുന്ന കാര്യങ്ങൾ പോലും യാതൊരു കൂസലും കൂടാതെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ നേതാവായ ഈ മനാസെ രാജാവ് ചെയ്തു. സ്വന്തം പുത്രന്മാരെ ഈ ദേവീദേവന്മാർക്ക് വേണ്ടി ഹോമിക്കുക, മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം സ്ഥാപിക്കുക. കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ഈ മ്ലേച്ഛ വിഗ്രഹങ്ങളെല്ലാം സ്ഥാപിച്ചു. അങ്ങനെ തെക്ക് തൊട്ട് വടക്ക് വരെയും കിഴക്ക് തൊട്ട് പടിഞ്ഞാറ് വരെയും രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം അരാജകത്വം നടമാടാൻ ഈ രാജാവ് ഇടവരുത്തി. ഈ രാജാവ് മാത്രമല്ല, രാജാവ് ജനങ്ങളെ കൂടെ അങ്ങനെ ചെയ്യിപ്പിച്ചു. അവൻ പാപം ചെയ്തു, അവൻ ജനങ്ങളെ കൂടെ അങ്ങനെ പാപം ചെയ്യിപ്പിച്ചു. അങ്ങനെ ചെയ്യാവുന്നതിൻ്റെ പരമാവധി അവൻ്റെ ജീവിതത്തിൽ അവൻ ദൈവസന്നിധി ദുഷ്ടനും നീചനുമായി പ്രവർത്തിച്ചു. അവൻ്റെ അപ്പനെ ഹെസക്കിയ നല്ല വിശുദ്ധിയും ദൈവഭക്തിയുള്ള ഒരു നല്ല ഒരു അപ്പനായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ മാതാപിതാക്കന്മാർ നല്ല ദൈവഭക്തരും നല്ല നീതിനിഷ്ഠരും ആണെങ്കിലും വളരെ ദുർമാർഗികളായ മക്കൾ ഉണ്ടാകാം. ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുക, പ്രാർത്ഥന വിഫലമാവില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ നിലവിളിക്കുക, ആ നിലവിളി അത് വെറുതെ പോവില്ല, അവർക്ക് മാനസാന്തരം കിട്ടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇദ്ദേഹം ഇത്ര ദുർമാർഗിയായ സന്ദർഭം ദൈവം, ഇദ്ദേഹത്തിൻ്റെ അപ്പൻ മരിച്ചുപോയി, ഇദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആരുമില്ല, ഇദ്ദേഹത്തോട് പറയാനും ആരുമില്ല. ദൈവം തന്നെ നേരിട്ട് ഇദ്ദേഹത്തെ നന്നാക്കാൻ വേണ്ടി, തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പലതവണ നോക്കുന്നുണ്ട്. 33-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യം വായിച്ചു നോക്കിയേ. 10-ാമത്തെ വാക്യം. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവച്ചില്ല. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു. രാജാവും ജനം ഒന്നടങ്കം വഴിതെറ്റിപ്പോയി. രാജാവാണ് മുൻപന്തിയിൽ അക്രമം കാണിക്കാനും തിന്മ പ്രവർത്തിക്കാനും ദുഷ്ടത കാണിക്കാനും ഒക്കെ. ഒന്നടങ്കം വഴിതെറ്റി. ദൈവം അനേകം പ്രവാചകന്മാരെ അയച്ചു. ഒരുപാട് ആളുകളിലൂടെ ദൈവം അവരോട് സംസാരിച്ചു, തിരിച്ചു വരാൻ പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരിച്ചു വന്നില്ല, വഴങ്ങിയില്ല. അതാണ് പറഞ്ഞത്. വാക്യം വായിച്ചു നോക്കിയേ. രാജാവ് ദൈവം 10-ാമത്തെ വാക്യം വായിച്ചേ. 10-11. കർത്താവ് മനാസയോടും ജനത്തോടും സംസാരിച്ചു, പക്ഷേ അവർ വകവച്ചില്ല. അതിനാൽ കർത്താവ് അസീറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അവർ മനാസയെ കൊളുത്തിട്ടും പിടിച്ച് ഓട്ടുചങ്ങലൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഈ എല്ലാ മാനസാന്തരത്തിൻ്റെ വചനങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഒരുപാട് ആളുകൾ പ്രവാചകന്മാരയച്ചിട്ട് അവർ പറഞ്ഞിട്ടും കേൾക്കാതെ വന്നപ്പോൾ അവസാനം കർത്താവ് സമീപത്തുള്ള ഒരു രാജാവിനെ ഉണർത്തി. ആ രാജാവ് സൈന്യവുമായി വന്ന് ഈ രാജ്യത്തെ തോൽപ്പിച്ചു. ജനങ്ങളെല്ലാം ബന്ദികളാക്കി, അനേകം പേരെ കൊന്നുകളഞ്ഞു. രാജാവിൻ്റെ പുത്രന്മാരെ കൺമുപിച്ചു കൊന്നു. രാജാവിനെ ചങ്ങലക്കിട്ട് കൊളുത്തിട്ട് വടിച്ച്, അങ്ങനെ കണ്ണൊക്കെ ചുഴന്നെടുത്തുണ്ടാവും അറിയില്ല. എന്തായാലും കിരാതന്മാരായ ബാർബേറിയൻസായ പട്ടാളക്കാരായിരുന്നു. അവർ അതിഹീനമായ വിധത്തിൽ ഈ രാജാവിനെ വേദനയ്ക്കിരയാക്കി. അങ്ങനെ അടുത്ത രാജ്യത്തേക്ക് കൊണ്ടുപോയി, അസീറിയ രാജ്യത്തേക്ക് കൊണ്ടുപോയി. അവിടെ കിണർ പോലെയുള്ള പാതാള അർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ കാരാഗൃഹത്തിൽ ഇട്ട് പൂട്ടി. അങ്ങനെ ഇപ്പോൾ ചങ്കോലില്ല, കിരീടമില്ല, അധികാരമില്ല, രാജ്യമില്ല, ജനങ്ങളില്ല. ഇങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയത്ത് അവന് വീണ്ടും വിചാരമുണ്ടായി. അവൻ ദൈവമേ എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. ആ സമയത്ത് നിരാശയിലേക്ക് പോയില്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല. കാരണം ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, മക്കളെല്ലാം കൊന്നുകളഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോഴും അവൻ്റെ ഉള്ളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ടച്ച് ഉണ്ടായിരുന്നു. അവൻ അവിടെ കടന്ന് അവൻ കരഞ്ഞു, അവൻ വിളിച്ചു, ദൈവമേ ദൈവമേ. അവൻ കരഞ്ഞു. ദൈവം വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു എന്നാണ് പറയണത്. അതാണ് ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ ഒരു വലിയ അനുഭവത്തിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കും. കാര്യം ശരിയാവല്ല, ക്യാൻസറോ വലിയ ജോലി തകർച്ചയോ വലിയ കുടുംബ തകർച്ചയോ വലിയ എല്ലാം നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ ദൈവത്തിന് വീണ്ടും പടുത്തുയർത്താൻ കഴിവുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 12-ാമത്തെ വാക്യം, 12-13 വാക്യങ്ങൾ. കഷ്ടതയിലായപ്പോൾ അവൻ തൻ്റെ ദൈവമായ കർത്താവിനോട് കരുണയ്ക്ക് വേണ്ടി യാചിക്കുകയും, കഷ്ടതയിൽ അവൻ നിലവിളിച്ച് ദൈവമേ എന്ന് പറഞ്ഞ് കരഞ്ഞു. തൻ്റെ പിതാക്കന്മാരുടെ മുൻപിൽ തന്നെ അത്യധികം എളിമപ്പെടുത്തുകയും ചെയ്തു.
അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടുന്ന് പ്രാർത്ഥന കേട്ട് മനാസയെ അവൻ്റെ രാജ്യത്തേക്ക് ജെറുസലേമിലേക്ക് തിരികെ കൊണ്ടുവന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? ദൈവം ആ പ്രാർത്ഥന കേട്ടു. ദൈവമേ എന്നൊരൊറ്റ വിളിയാണ്. ആ വിളി ദൈവം കേട്ടു. ദൈവം വേഗം വന്ന് അവനെ കൈപിടിച്ച് വീണ്ടും അനുഗ്രഹിച്ചു. അവൻ്റെ പാപങ്ങളെല്ലാം കഴുകി, അവൻ്റെ ഹൃദയകാഠിന്യമെല്ലാം മാറി, അവന് കല്ല് പോലുള്ള ഹൃദയം മാറി മാംസളമായൊരു ഹൃദയം കൊടുത്തു. അവൻ്റെ ഹൃദയത്തിൽ അവന് ദൈവഭക്തി കൊടുത്തു, വിശ്വാസം കൊടുത്തു, സ്നേഹം കൊടുത്തു. അവൻ്റെ രാജ്യം അവന് തിരിച്ചു നൽകി. അവനെ തിരിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും അവന് സിംഹാസനം കൊടുത്തു. അവൻ വീണ്ടും ജെറുസലേമിൽ ഭരണം നടത്തി. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം. എത്രമാത്രം അകന്നുപോയൊരു വ്യക്തിയാണ്. സ്വന്തം പുത്രന്മാരെ ഹോമിച്ച് ദേവീദേവന്മാർക്ക് വേണ്ടി കൊന്ന് ചോരയൊഴുക്കുന്ന ഒരു അപ്പൻ. അത്രയും ക്രൂരത, അങ്ങേയറ്റം നശിച്ചു പോയൊരാത്മാവ്. പക്ഷേ പരിശുദ്ധാത്മാവ് ഉപേക്ഷിച്ചില്ല. പരിശുദ്ധാത്മാവ് അതിനെ ഒരു വിധത്തിൽ നല്ല വഴിക്ക് കൊണ്ടുവന്നു. എന്ന് എഴുന്നേറ്റ് വന്നേ. ഇപ്പം നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവമായ കർത്താവിൻ്റെ, അതാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ പറയണത്. വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളൻ പറഞ്ഞത് എങ്ങനെയാണ്? ഒരു ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നുപോയി, സർവ്വതരത്തിലുള്ള തിന്മയും ചെയ്ത് അങ്ങനെ നഷ്ടപ്പെട്ട ഒരാത്മാവാണെങ്കിലും അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനത്താൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ച് ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിച്ചാൽ, ഒരു തീ പിടിച്ച വീട്ടിൽ നിന്ന് കുട്ടിയെ രക്ഷിക്കാൻ അമ്മ ഓടിച്ചെല്ലുന്നതിൻ്റെ 10,000 ഇരട്ടി വേഗത്തിൽ ദൈവം ഓടി വന്ന് ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ കൂടെ നിൽക്കും എന്നാണ് പറയണത്. ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവ സ്നേഹത്തിൻ്റെ ഈ അനുഭവത്തിൽ നാം ശക്തി പ്രാപിക്കുന്നത്. പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഉടനെ നിരാശ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ ഉടനെ ആത്മഹത്യ ചിന്ത, ഉടനെ വെറുപ്പ്, ഉടനെ വൈരാഗ്യം, ഉടനെ എല്ലാം തകർന്നു എന്ന ചിന്ത, ഇനി രക്ഷയില്ല എന്ന ചിന്ത ഇവിടെ നിൽക്കുന്ന പല ആളുകളുടെ മനസ്സിൽ പലപ്പോഴായിട്ട് പിശാച് കൊടുത്തിരിക്കുന്ന ഇതാണ്: ഇനി രക്ഷയില്ല, ഇനി എനിക്കൊരു പുതിയ ഒരു ഫ്യൂച്ചറൊന്നുമില്ല, ഇത്രയും പ്രായമായി, ഇനി എന്ത് ചെയ്യാനാ, ഇനി നേരെയാവുമോ, ഇനി നേരെയാവോ, ഇത്രയും പ്രായമായി, ഇനി എന്ന് ഒരു വിശുദ്ധനാകാനാണ്, ഇനി എന്ന് സാമ്പത്തികമായി ഉയരാനാണ്, റിട്ടയർഡായി, ഒരു കാലം ഉണ്ടായിരുന്നു അന്ന് നോക്കിയില്ല അല്ലേ? നിരാശ വിഷമമാണ്. നീ റിട്ടയർഡ് ആയതിനു ശേഷം 70 വയസ്സ് കഴിഞ്ഞാൽ ദൈവത്തിന് നിന്നെ വലിയൊരു ഫ്യൂച്ചർ തരാൻ ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. ഈ രാജാവിന് സർവ്വതും പോയി, സർവ്വ അഡ്രസ്സും പോയി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ വിട്ടുപോയില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിന്നു. പരിശുദ്ധാത്മാവിന് പ്രത്യാശ കൊടുത്തു. ദൈവത്തിന് പുതുക്കി പണിയാൻ പറ്റും. അവന് വീണ്ടും രാജ്യം കൊടുത്തു, വീണ്ടും സിംഹാസനം കൊടുത്തു. അതെങ്ങനെ ദൈവത്തിന് പറ്റും? ഹല്ലേലൂയ. ഇല്ലായ്മയിൽ നിന്ന് ഒരൊറ്റ വചനം കൊണ്ട് എല്ലാം സൃഷ്ടിക്കാൻ കഴിവുള്ള ദൈവത്തിന് പറ്റും. ഹല്ലേലൂയ. അങ്ങനത്തെ 1000 ജീവിതങ്ങളുടെ അനുഭവങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. കഴിഞ്ഞ 10-30 വർഷങ്ങളിലായിട്ട് ദൈവം കാണിച്ചു തന്ന ഒരുപാട് തകർച്ചയുടെ നടുവിൽ, എന്നാൽ ദൈവം ഒരു നാൾ തങ്ങളെ തന്നെ എളിമപ്പെടുത്തി, നന്നായിട്ട് എളിമപ്പെടുത്തി കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, ദൈവത്തെ ആരാധിച്ചു. ദൈവമേ, അവർ കരഞ്ഞു, അവർ വീണ്ടും കരഞ്ഞു. ദൈവം വേഗം ഓടി വന്നു. ദൈവം അവരെ 10 മടങ്ങ് അനുഗ്രഹിച്ച് ഉയർത്തിയ അനേക കുടുംബങ്ങളുടെ അനുഭവങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിവിടെ ഒരുപക്ഷെ പാപത്തിൽ തകർന്ന ആത്മാക്കളായിരിക്കും നിൽക്കുന്നത്. നിങ്ങളുടെ ഈ പാപത്തിൽ തകർന്ന ആത്മാവിനെ വെൺമഞ്ഞ് പോലെ തൂവെള്ളയാക്കാൻ പരിശുദ്ധാത്മാവ് 1 മിനിറ്റ് മതി. പരിശുദ്ധാത്മാവിന് കഴിയും, ദൈവത്തിന് കഴിയും. 51-ാം സങ്കീർത്തനത്തിൽ 7-ാം തിരുലിഖിതം, കർത്താവേ, ഹിസോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ, ഞാൻ നിർമ്മലനാകും. അങ്ങനെ കഴുകണമേ, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനായി മാറും. ഈ സമയത്ത് അനേകരുടെ ആത്മാവിലെ പാപങ്ങൾ കർത്താവ് കഴുകും. അനേകരുടെ നിരാശ കർത്താവ് എടുത്തു മാറ്റാൻ ഈ സമയം കൃപ വർഷിക്കുകയാണ്. അനേക കല്ല് പോലെ ഹൃദയങ്ങളെ വീണ്ടും പ്രാർത്ഥനയുടെ അഭിഷേകത്തിലേക്കും ദൈവസ്നേഹത്തിൻ്റെ അഭിഷേകത്തിലേക്ക് വരാൻ ഈ സമയം കർത്താവ് തൊട്ട് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെ ഓർത്ത് നിരാശകളിൽ ഇരിക്കുന്നവരെ കർത്താവ് തൊടുന്നു. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരെ കർത്താവ് തൊടുന്നു. എൻ്റെ പ്രായം ഇത്ര ആയല്ലോ, ഇനി എനിക്ക് ഒരു ഫ്യൂച്ചർ ഇല്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കുന്നവരെ കർത്താവ് തൊടുന്നു. ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കാൻ പറ്റും. ദൈവത്തിന് അനേക വർഷങ്ങളുടെ ആവശ്യമില്ല. ദൈവത്തിന് അനേക നൂറ്റാണ്ടുകൾ ആവശ്യമില്ല. പതിറ്റാണ്ടുകൾ ആവശ്യമില്ല. അനേക വർഷങ്ങളും ആവശ്യമില്ല. ചുരുങ്ങിയ കാലം കൊണ്ട് ദൈവത്തിന് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ചെയ്യേണ്ട 2-3 ചെറിയ കാര്യങ്ങൾ, അത് ഈശോ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നോക്കാം. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇതിനകത്ത് ആരെങ്കിലും, എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. കാര്യം ശരിയാണ്, മാമോദിസയിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കൂദാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്. പിന്നെ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും അട്ടപ്പാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതൊന്നും കാണാനില്ല. ആളുകളുടെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമൊന്നും കാണാനില്ല. കർത്താവേ, ഈ രോഗിയെ സുഖപ്പെടുത്തുക പറയുമ്പോൾ ഈ രോഗിയെ സുഖപ്പെടുത്തണമെന്ന് കാണുന്നില്ല. അല്ലെങ്കിൽ ഈ രോഗി എന്തെങ്കിലും ഒരു കാര്യം വന്ന് പ്രാർത്ഥിക്കും, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദർശനവരങ്ങളൊന്നും കാണുന്നില്ല. എന്താണ്, പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ആദ്യകാലങ്ങളിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കാണപ്പെടാത്ത, പ്രകടമായി അനുഭവപ്പെടാത്ത ഒരു കാലഘട്ടം. അപ്പോൾ അന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് നമ്മൾ മുമ്പേ പറഞ്ഞില്ല, ചില ബ്രദർമാർ പറഞ്ഞില്ലേ, ഇതേ ആ 3ാമത്തെ ബാഗ്, പാസ്പോർട്ട് ഇരിക്കുന്ന ബാഗ് അവിടെ ഇരിക്കട്ടെ, മറ്റേ ബാഗ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അതേപോലെ കൃത്യമായിട്ട് ഇതൊക്കെ. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ അത് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ കുറേ അപ്പോൾ ആഗ്രഹിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ എനിക്ക് വേണം. അത് ഒരു ഡോർമൻ സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു തിക്കായിട്ട് ഇങ്ങനെ പോരാ, നല്ല വിധത്തിൽ, നല്ല ആക്റ്റീവായ വിധത്തിൽ പരിശുദ്ധാത്മാവിനെ വേണം. അതിനുവേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈശോ പറഞ്ഞ 2-3 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 7-ാം അധ്യായം 37-ാമത്തെ തിരുലിഖിതം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 7:37. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. 37 തൊട്ട് 38, 39, 3 ആയിക്കോട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം 37 തൊട്ട് 39 വരെ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും, എത്ര കൊടിയ പാപി ആയിക്കോട്ടെ, എത്ര കഠിന ഹൃദയനായിക്കോട്ടെ, എത്ര വിശ്വാസം ഇല്ലാത്തവനായിക്കോട്ടെ, വിശ്വാസി ആയിക്കോട്ടെ, നോൺ ക്രിസ്ത്യൻ ആകട്ടെ, ആരും ആകട്ടെ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ഈ വചനം കേട്ട ആർക്കെങ്കിലും ഒരു ചെറിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവിടുന്ന് ഇഷ്ടം പോലെ കുടിക്കാം. ഇഷ്ടം പോലെ നമ്മൾ നല്ല ജ്യൂസ് കുടിക്കുന്ന മാതിരി ഇഷ്ടം പോലെ പാനം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമൂഹത്തിൽ ആരെങ്കിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ കുരിശുമരണത്തെ ഹൃദയം കൊണ്ട് അംഗീകരിച്ച്, ക്രൂശിതനായ യേശുവിനെ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച്, ക്രൂശിതനായ യേശുവിൻ്റെ അടുത്ത് പോയിരുന്ന യേശുവേ ഞാൻ അങ്ങേ വിശ്വസിക്കുന്നു പറഞ്ഞ് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ ഒരു നദിയിൽ നിന്ന് ദാഹിക്കുന്ന മൃഗങ്ങൾ വന്ന് കുടിക്കണ മാതിരി നമുക്ക് ഇഷ്ടം പോലെ പാനം ചെയ്യാൻ പറ്റും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സ്വീകരിക്കും. ഈശോ പറഞ്ഞു, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരോട് ഈശോ പറഞ്ഞ വചനമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 9 തൊട്ട് 11 വരെ, 9 തൊട്ട് 13 വരെ തിരുലിഖിതങ്ങൾ, 9 തൊട്ട് 13 വരെ തിരുലിഖിതങ്ങൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയുന്നു. അത് മുഴുവനാക്കി നേരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. മകൻ പാമ്പിനെ ചോദിച്ചാൽ തേളിനെ,
എന്താ ചോദിച്ചത്? മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? നിങ്ങൾ എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ റെഡിയാണെന്ന് എനിക്കറിയാം. ഒന്നോർക്കെ പറഞ്ഞ ഹല്ലേലൂയ. മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ആഗ്രഹിക്കുന്നവർ ചോദിക്കാനാണ് പറയുന്നത്. ചോദിക്കുക. ഒന്ന്, ഈശോയുടെ അടുത്ത് വന്ന് ഈശോയെ ഏറ്റു പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക. 2, പിതാവിനോട് ചെന്നിട്ട് പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം. നിങ്ങൾ ചോദിക്കുക, കിട്ടും. കാരണം ഈശോ തന്ന ഉറപ്പാണ്, നടക്കും. കണ്ണുകൊണ്ട് കാണുന്നതല്ല സത്യം, വചനമാണ് സത്യം. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവം അല്ല സത്യം, ശരീരത്തിൻ്റെ അനുഭവങ്ങളല്ല സത്യം, വചനമാണ് സത്യം. അത് നടന്നിരിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാനത് വിശ്വസിച്ചു, ഞാനതുപോലെ പ്രാർത്ഥിച്ചു. കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ചെറിയൊരു ടച്ച് എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ശരിക്കുള്ളൊരു ഇവിടേക്ക് ഉണ്ട്, പട്ടത്തച്ഛനും ഒക്കെ മെയിനായിട്ടുള്ള നല്ല നല്ല പരിശുദ്ധാത്മാവിന് അനുഭവമുള്ളവരുണ്ട്. എനിക്ക് അട്ടപ്പാടി ചെറിയൊരു ടച്ച് കിട്ടി. എന്നാലും അതുകൊണ്ട് എനിക്ക് പിന്നെ നിരാശയില്ല, വിഷമയില്ല. ലോകത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും അതൊരു നഷ്ടമല്ല, എനിക്കതൊക്കെ ലാഭമാണ്. പരിശുദ്ധാത്മാവുള്ളത് കൊണ്ട് ഒരു വിശ്വാസിക്ക് ഒന്നും നഷ്ടമല്ല, എല്ലാം ലാഭമായി മാറും. പ്രൈസ് ദി ലോർഡ്. വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന കാലം വരും പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 3, പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടി വചനം കേട്ടുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ ധാരാളമായി പരിശുദ്ധാത്മാവിനെ കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 10:44. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും അറിയില്ല. പത്രോസ് അല്ല, അപ്പോസ്തല പ്രവർത്തനം 10:44. എന്താണ്? പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു. ഹല്ലേലൂയ. അടുത്തത് 4, 2 തിമോത്തി 1:6 വാക്യം. 2 തിമോത്തി 1:6 കൈവപ്പ് വഴി നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറ്റും. 2 തിമോത്തി 1:6 എൻ്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കൈവപ്പ് വഴി പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. അപ്പോൾ നല്ല പള്ളിയിലൊക്കെ ചെന്നപ്പോൾ ധ്യാനത്തിനൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കും. താമസിച്ച ധ്യാനം കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലാതെ കൈവച്ച് പരിശുദ്ധാത്മാവിനെ കിട്ടും. അടുത്ത 5, കൃപയുള്ളവരടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. കൃപയുള്ളവരടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. നിങ്ങളിവിടെ വന്ന് അടുത്ത് പോയില്ലെങ്കിൽ ഇവിടെ ഈ വചനകൂടാരത്തിൽ വന്നാൽ മതി. എല്ലാ വെള്ളിയാഴ്ച വചനകൂടാരത്തിലേക്ക് പോര്. നിങ്ങൾ തിരിച്ചു പോകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ടച്ചോടുകൂടി പോകുള്ളൂ. ഈ കൺവെൻഷന് കൂടുന്ന എല്ലാവരും നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നിട്ടാണ് പോണത്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ പലരും നിങ്ങളോട് പറയും, ധ്യാനകേന്ദ്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് സ്വഭാവം ഒന്നും മാറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി, പേടിക്കണ്ട, തന്നെ മാറും. ഞാൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എൻ്റെ സ്വഭാവം മാറ്റിക്കോളും. ഇപ്പോഴത്തെ സ്വഭാവം കണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ടെന്ന് പറയണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ആ സ്വഭാവം മാറ്റും. വായിച്ചു നോക്കിയേ. റോമാലേഖനം 1:11-12 വാക്യങ്ങൾ. റോമാലേഖനം 1:11-12 വാക്യങ്ങൾ. കൃപയുള്ളവരടുത്ത് പോയാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും. എന്താ? നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. കൃപയുള്ളവരെ അടുത്ത് ചെന്ന് പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, ഇപ്പോൾ എലിസബത്തും പരിശുദ്ധ മാതാവും തമ്മിൽ കണ്ടുമുട്ടി അല്ലേ? അവർ കൃപ വർദ്ധിച്ചു. ഇരുമ്പിന് മൂർച്ച കൂട്ടും. പ്രൈസ് ദി ലോർഡ്. കൃപ വർദ്ധിച്ചു. ഹല്ലേലൂയ. അവരുടെ കൂട്ടായ്മയെ പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള അവരുടെ കൂടെ ഒരുമിച്ച് സ്തുതിക്കുക, അപ്പോൾ കൃപ കിട്ടും. ഇനി പരിശുദ്ധാത്മാവിനെ വർദ്ധിപ്പിക്കാനുള്ള അടുത്തത് ഒരുമിച്ചിരുന്ന് സ്തുതിക്കുക. സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. 2 രാജാക്കന്മാർ 3:15. 2 രാജാക്കന്മാർ 3:15. സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടും. അപ്പോസ്തല പ്രവർത്തനം 16:25-31 വരെ വാക്യങ്ങൾ. പൗലോസ് സീലാസ് സ്തുതിച്ചു. 2 രാജാക്കന്മാർ 3:15 പറഞ്ഞെങ്ങനെയാണ്? ഏലീഷായ്ക്ക് ഇച്ചിരി കുറവ് പോലെ തോന്നി, പരിശുദ്ധാത്മാവിന് കുറവ് പോലെ തോന്നി. അപ്പോൾ ഏലീഷ എന്ത് ചെയ്തു? വേഗം ഒരു ഗായകനെ കൊണ്ടുവരുവിൻ. ഗായകൻ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ ശക്തി
എലീഷയുടെ മേൽ ഇറങ്ങി വന്നു. When the minstrel began to play, when the musician began to play, the power of the Lord came upon Elisha എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തി എലീഷയുടെ മേൽ ഇറങ്ങി വന്നു. പ്രൈസ് ദി ലോർഡ്. രണ്ട് കരങ്ങൾ ഉയർത്തിക്ക് കർത്താവിനോട് പറയാം, ദൈവമേ ഈ കാര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിച്ച് എനിക്ക് പരിശുദ്ധാത്മാവിനെ ഡെയിലി പ്രാർത്ഥിക്കണം. എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി ഡെയിലി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ജീവിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവ് എന്നാണ് സഭ പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത്. ഉച്ചത്തിൽ വിളിക്കുക, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധാത്മാവിനോട് ദാഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ അധ്വാനിക്കാൻ, പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ, പരിശുദ്ധാത്മാവിനെ ദാഹിക്കാൻ, പരിശുദ്ധാത്മാവിനെ വിശക്കാൻ എളിയ മക്കളുടെ മേൽ ഒരു തുറവി നൽകണമേ, ഒരു അനോയിന്റിംഗ് നൽകണമേ, ഒരു അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.